കിച്ച, ദേ ഓഫീസിൽ പോവാൻ സമയാകുന്നേ. ഗുഡ് മോർണിംഗ് അമ്മ. உலகம் இருண்ட பின்னும் இருளாத பாகம் எது பகிர் வந்து பாயும் உந்தன் கண்களடி பல உலக அழகிகள் கூடி உன் பாதம் கழுவலாம் வாடி என் தளிர் மலரே என்னும் தயக்கம் என்னை புரியாதா இது வாழ்வாசாவா. ആ, ഉണർന്ന് കിടക്കുമായിരുന്നോ? അല്ല, ഇങ്ങനെ കിടന്നാ മതിയോ? നിനക്കിനെന്തോ മീറ്റിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? പെട്ടെന്ന് റെഡിയായി താഴേക്ക് വാ. ഗുഡ് മോർണിംഗ് അച്ഛാ. വെരി ഗുഡ് മോർണിംഗ്. എന്റെ കുഞ്ഞെ, മതി നിന്റെ ഗുഡ് മോർണിംഗ്. വന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. അല്ല, ഇന്നെന്റെ കിച്ചൺ എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഓനാണോ അത് കണ്ടക്ട് ചെയ്യുന്നത്? ആ, അതെ അച്ഛാ. അപ്പൊ ഇന്ന് ഓഫീസിൽ തകർക്കുമല്ലോ. ആ, ഓഫീസിന്റെ കാര്യം പറഞ്ഞപ്പോഴാ. അല്ല, ദീക്ഷിത് എന്ന് പറയുന്നത് അവന് സുഖമല്ലേ? നീ എന്തിനാ അതിനെന്നെ നോക്കി പേടിപ്പിക്കുന്നത്? ഞാൻ അവന് സുഖമാണോന്നല്ലേ ചോദിച്ചുള്ളൂ. ഒന്നുമില്ലെങ്കിലും അവൻ നിന്റെ കൊളീഗല്ലേ? എൻ്റെ കൊളീഗ്സിനോടെ എനിക്കില്ലാത്ത ബന്ധമൊന്നും അമ്മയ്ക്കും വേണ്ട. ഒരു ദീക്ഷിത്ത് വന്നേക്കുന്ന. അച്ഛാ, ഞാൻ പോയിട്ട് വരാം. ശരിയടാ. ആ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക്സ് അച്ഛാ. നിനക്ക് എന്താ ബാമേ? എന്തിനാ രാവിലെ തന്നെ ദീക്ഷിതിന്റെ കാര്യം അവളോട് ചോദിച്ചത്? എൻ്റെ ഏട്ടാ, ഇവളെ ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ദീക്ഷിത്തിൻ്റെയും കിച്ചൻ്റെയും കാര്യത്തിലെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. ഇപ്പോഴേ അവൾ കുഞ്ഞി കുട്ടിയല്ല, വയസ്സ് 28. എന്നാലും അവള് നമ്മുടെ കുഞ്ഞല്ലേ. എന്ന് വെച്ച് അവളെ ഇനി ഇങ്ങനെ വിടണമെന്നാണോ? അങ്ങനല്ല, നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് എന്താ കാര്യം? മാരേജ് ചെയ്യണമെന്ന് കിച്ചനും കൂടി തോന്നണ്ടേ? ഇങ്ങനെ പോയാലേ അവൾക്ക് തോന്നിയത് തന്നെ. എൻ്റെ പൊന്നേട്ടാ, നമ്മളായിട്ട് മുൻകൈ എടുക്കാതെ ഇതിലൊരു നീക്കുപോക്കുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇനിയിപ്പോ കിച്ചന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലോ? പിന്നെ നടക്കുന്ന കാര്യം വല്ലതും പറ മനുഷ്യ. പേരിനെ ഒരു ഫ്രണ്ട് പോലും നിങ്ങളുടെ മോക്ക് സ്വന്തമായിട്ടില്ല. അപ്പോഴാ ലവർ. ഇത്രയും കൊല്ലത്തിനിടയിലെ അവളെ തിരക്കി വരാൻ ദീക്ഷിത്തല്ലാതെ മറ്റൊരു മനുഷ്യനുണ്ടായിട്ടില്ല. ഇനിയും വൈകിയാലേ ആ ചെക്കനെ വേറെ വല്ല പെണ്ണുങ്ങളും കൊത്തിക്കൊണ്ടു പോകും. സൃഷ്ടി, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. താൻ ഫുഡ് കഴിച്ചോ? എന്താടോ ഒന്നും മിണ്ടാത്തത്? അല്ല, ആൻറ്റിക്ക് സുഖമല്ലേ? നോക്ക് ദീക്ഷിത്, തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ലൈഫിലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറാൻ ശ്രമിക്കരുതെന്ന്. തനിക്കെന്താ എത്ര പറഞ്ഞാലും മനസ്സിലാകാത്തത്? ഇഡിയറ്റ്. അവളുടെ കയ്യിൽ നിന്ന് എത്ര കിട്ടിയെന്ന് പറഞ്ഞാലും ഒരു നാണോ മാനോ ഇല്ലാതെ നിന്ന് വിളിച്ചോളാം. ആ, നീ വന്നോ? എന്തിനാടാ ചക്ക എന്നും ഇങ്ങനെ അവളുടെ കയ്യിൽ നിന്ന് ഇരുന്ന് വാങ്ങാൻ നിൽക്കുന്നത്? അതൊരു എൻ്റർടൈൻമെൻ്റ് അല്ലേ അളിയാ? ഓ, നീ എത്ര കിട്ടിയാലും പഠിക്കില്ല മോനെ. ഇവളുടെ പിറകെ നടന്ന സമയത്ത് നീ വേറെ വല്ലവരുടെയും പിറകെ നടന്നായിരുന്നെങ്കിൽ ഇപ്പം നിന്റെ കല്യാണം കഴിഞ്ഞാനെ. അത് ശരിയായിരിക്കും, പക്ഷേ അതിലൊരു ത്രില്ലില്ല മോനെ. ആ, ഓവ്, ത്രില്ല് ഒരുപാട് കൂടിയാലേ ചിലപ്പോൾ അവൾ എടുത്തിട്ടങ്ങ് പെരുമാറും. അല്ലെങ്കിലും നീ എന്ത് കണ്ടിട്ടാടാ അവളുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല മോനെ.
അയ്യോ മതി, അവളുടെ കണ്ണിലെ ഇതുവരെ ആരും കാണാത്ത എന്തോ ഒരു ഫീലിങ്സ് നിനക്ക് മനസ്സിലായെന്നല്ലേ? ഓ, ഇത് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ടേ 3 വർഷമായി. ഉള്ളത് പറയാലോ, എനിക്ക് തന്നെ മടുത്ത്. നീ പോടപ്പുല്ലേ. സൃഷ്ടി, ആ യെസ് സർ. എനിക്ക് തൻ്റെ ഒരു ഹെൽപ്പ് വേണം. ഹെൽപ്പോ? എന്താ സാർ ഞാൻ ചെയ്യേണ്ടത്? അത് പിന്നെ നാളെ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാ. ഓ കൺഗ്രാറ്റ്സ് സർ. താങ്ക്സ്. അല്ല, ഞാനെന്ത് ഹെൽപ്പാ സാറിന് ചെയ്യേണ്ടത്? ഇത് പിന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ആനിവേഴ്സറി അല്ലേ. അതുമല്ല, ഞാൻ അയാൾക്ക് അങ്ങനെ ഗിഫ്റ്റൊന്നും ഇതുവരെ വാങ്ങിക്കൊടുത്തിട്ടില്ല. നിങ്ങൾ പെൺകുട്ടികൾക്കല്ലേ നിങ്ങളുടെ ടേസ്റ്റ് അറിയൂ. സോ ഒരു ഗിഫ്റ്റ് സെലക്ട് ചെയ്ത് തരാമോ? അയ്യോ, ഞാനോ? ലുക്ക് സൃഷ്ടി, ഞാൻ പിന്നെ ആരോട് ചോദിക്കാനാ? സർ, എനിക്കിതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. ഇങ്ങനെ ഗിഫ്റ്റ് വാങ്ങിക്കുന്ന ശീലം എനിക്ക് തീരെയില്ല. പക്ഷേ സാർ എന്ത് വാങ്ങിക്കൊടുത്താലും മാമിന് അത് ഇഷ്ടമാവും. ആർ യു ഷുവർ? യെസ്. ഗിഫ്റ്റിൻ്റെ വലിപ്പത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ വിലയിലോ ഒന്നുമല്ല കാര്യം. സാറ് മനസ്സറിഞ്ഞ് എന്ത് കൊടുത്താലും മാമിന് അത് ഉറപ്പായിട്ടും ഇഷ്ടമാവും. പിന്നെ മാമിൻ്റെ ഇഷ്ടങ്ങൾ എന്നേക്കാൾ നന്നായി അറിയാവുന്നത് സാറിനല്ലേ. സോ ഉറപ്പായിട്ടും സാറിന് നല്ലൊരു ഗിഫ്റ്റ് ചൂസ് ചെയ്യാൻ പറ്റും. ഇത് തന്നെ ആ ദീക്ഷിത്തും പറഞ്ഞത്. ആ, അയാളെന്താ പറഞ്ഞത്? സൃഷ്ടിയോട് ചോദിക്കുന്നതിന് മുൻപ് ഞാൻ ദീക്ഷിത്തിനോടും ഐഡിയ ചോദിച്ചിരുന്നു. അവനും തന്നെ പോലെ സെയിം കാര്യമാണ് പറഞ്ഞത്. ഓ ആ, പിന്നെ ആനിവേഴ്സറി പ്രമാണിച്ച് നമ്മുടെ സ്റ്റാഫിന് ചെറിയൊരു പാർട്ടി ഞാൻ അറേഞ്ച് ചെയ്യുന്നുണ്ട്. സൃഷ്ടി ഉറപ്പായിട്ടും വരണം. അത് സർ. നോ മോർ എക്സ്ക്യൂസസ്. എനിക്കറിയാം തനിക്ക് ഈ പാർട്ടിയോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലെന്ന്. പക്ഷേ ഒരു CEO ആയിട്ട് ഞാൻ പറയുമല്ല, സൃഷ്ടിയുടെ ഒരു ബ്രദറിൻ്റെ സ്ഥാനത്ത് നിന്ന് റിക്വസ്റ്റ് ചെയ്യുക. താൻ ഉറപ്പായിട്ടും വരണം. അത് സർ, ഞാൻ ട്രൈ ചെയ്യാം. ആ, ആരിത്? സൃഷ്ടിയോ? താനെന്താ ഇവിടെ? ഇത് തൻ്റെ വീട്ടിലേക്കുള്ള വഴിയല്ലല്ലോ. അതിന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് തന്നോട് പറഞ്ഞില്ലല്ലോ. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ വീട്ടിലേക്ക് പോവുക. അതെ, അവിടെ തന്നെ നിൽക്കാനാണോ പ്ലാൻ? താനിതെങ്ങോട്ടേക്ക് കയറിപ്പോകുന്നത്? ഇതെൻ്റെ വീടല്ലേ. ആണോ? താൻ ടെൻഷൻ ആവണ്ട, ഞാൻ ആൻറ്റിയെ കാണാൻ വന്നതാ. അല്ല, താൻ എന്തിനാ എൻ്റെ അമ്മയെ കാണുന്നത്? ചുമ്മാ. ആഹാ, ആരിത്? ദീക്ഷിത്തോ? വാ മോനെ, കേറി വാ. സുഖമല്ലേ ആൻറ്റി? എനിക്ക് സുഖമാടാ ചെറുക്ക. അല്ല, നിനക്ക് സുഖമല്ലേ? എത്ര ദിവസമായി കണ്ടിട്ട്. വാ, ചായ കുടിക്കാം. അല്ല, എന്തൊക്കെയുണ്ട് ഇവിടെ വിശേഷങ്ങൾ? ആൻറ്റി പറ. ഓ, എനിക്കെന്ത് വിശേഷ? നിനക്കല്ലേ വിശേഷങ്ങളുള്ളത്. അല്ല, അമ്മയ്ക്കും അനിയത്തിക്ക് സുഖമല്ലേ? അവരൊക്കെ സുഖമായിട്ടിരിക്കുന്ന ആൻറ്റി. അല്ല, അങ്കിളിൽ നിന്ന് വർക്കുണ്ടായിരുന്നോ? ആ, നിന്റെ അങ്കിള് വരുന്ന സമയമാവുന്നതേ ഉള്ളൂ. അമ്മ, എനിക്ക് ചായ വേണം. അതാ ഫ്ലാസ്കിൽ ഇരിപ്പുണ്ട് കിച്ച, നീ പോയി എടുത്തു കുടിക്ക്. ഞങ്ങൾ സംസാരിക്കുന്ന കണ്ടില്ലേ? ഓ, ഒരു ദീക്ഷിത്ത്.
അമ്മ, എനിക്ക് നല്ല തലവേദന ഉണ്ട്. ഞാനിന്ന് കിടക്കുക. ദൈവത്തെ ഓർത്ത് എന്നെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് അങ്ങോട്ട് ആരും വരരുത്. അത് മോനെ, മനസ്സിലായി ആൻറ്റി. ആൻറ്റിയുടെ കിച്ചൻ ആരെ ഉദ്ദേശിച്ചാ പറഞ്ഞതെന്ന്. നീ അത് വിട്. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാൻ കിടക്കുന്ന. സത്യം പറയാലോ, നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു. കിച്ചൻ്റെ കാര്യം നിനക്കറിയാലോ. ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ആ ലാപ്പും പൊക്കി പിടിച്ചുകൊണ്ട് എവിടെയെങ്കിലും പോയിരിക്കും. അവളിവിടെ ഉണ്ടായിട്ട് എന്താ? എനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കണമെങ്കിൽ നീ വരണം. ഓ, അപ്പോ ഞാനില്ലാതെ എൻ്റെ ആൻറ്റിക്കുട്ടി കുറേ കഷ്ടപ്പെട്ടല്ലേ? പിന്നില്ലാതെ. എന്തായാലും ഞാനിങ്ങ് വന്നില്ലേ, ഇനിയിപ്പം എല്ലാം ഓക്കെ ആക്കാം. ഗുഡ് മോർണിംഗ്. ആഹാ, ഇന്നത്തേക്കുള്ളതായല്ലോ. വാ, ഇവിടെ വന്നിരിക്കേ. ആരും കണ്ടില്ലല്ലോ അല്ലേ? ഓ, ഇപ്പം ആര് കണ്ടാലെന്താ? അവർക്കിത് പുതുമയുള്ള കാര്യമൊന്നും അല്ലല്ലോ. ശേ, അല്ല, നീ ഈവനിങ് പാർട്ടിക്ക് വരില്ലേ? പിന്നെ ഞാനില്ലാതെ എന്ത് പാർട്ടി? സൃഷ്ടി, എന്താ? അത് പിന്നെ ദേ, ഈ ഫയലൊന്ന് ചെക്ക് ചെയ്തേ. ഹലോ, താൻ ചെക്ക് ചെയ്യേണ്ട ഫയല് ഞാൻ എന്തിനാ ചെക്ക് ചെയ്യുന്നത്? ഒന്ന് ചെക്ക് ചെയ്യടോ മാഷേ, എനിക്കെന്തെങ്കിലും തെറ്റ് പറ്റുമോന്നറിയാനാ. ഭഗവാനെ, പെട്ട്. അത് പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കൂടി പോവും ദീക്ഷിത്. എടോ, അത് സാറ് സൈൻ ചെയ്തത് ഞാൻ ശ്രദ്ധിച്ചില്ല. ദേ നോക്ക്, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. അതാദ്യം താൻ മനസ്സിലാക്കണം. തൻ്റെ കുട്ടിക്കളി കാരണം എൻ്റെ ടൈമാ വേസ്റ്റ് ആയി പോയത്. അത് സോറി സൃഷ്ടി. ഓ, ഒന്ന് പോയി തരുമോ ഹിഡിയറ്റ്? സൃഷ്ടി, പ്ലീസ് ദീക്ഷിത്, എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യാതെ. ഓക്കെ. എടാ, നീ ഓക്കെ അല്ലേ? അവളെന്നെ ആട്ടി വിട്ടടാ ആളിയാ. എന്നും കിട്ടുന്നതിൻ്റെ കൂടെ ഇതും, അത്രയല്ലേ ഉള്ളൂ. അല്ല, ഇന്ന് നീ എന്താ ചെയ്തത്? അത് പിന്നെ സാറ് ചെക്ക് ചെയ്ത് സൈൻ ചെയ്ത ഒരു ഫയലേ ചെറുതായിട്ട് ഞാൻ അവളെ കൊണ്ടൊന്ന് ചെക്ക് ചെയ്യിപ്പിച്ച്. സാറ് സൈൻ ചെയ്തത് കണ്ടതിൻ്റെ റിയാക്ഷനാ ഇപ്പം നീ അവിടെ കണ്ടത്. എടാ ദുഷ്ടാ, നിനക്കിത് കിട്ടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഹാപ്പി ആനിവേഴ്സറി ബോത്ത് ഓഫ് യു. താങ്ക്സ് ദീക്ഷിത്. ഹാപ്പി ആനിവേഴ്സറി സർ. താങ്ക് യു ജീവ. സർ, സൃഷ്ടി, ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാടോ. പാർട്ടി സ്റ്റാർട്ടായതല്ലേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് സർ. ഇതൊരു താങ്ക്സിൽ ഒതുക്കാന്ന് വിചാരിക്കണ്ട. സൃഷ്ടി വന്നാലേ അതിനുള്ള പാർട്ടി താൻ എനിക്ക് പ്രത്യേകം ചെയ്യണം. പിന്നെന്താ, ഉറപ്പായിട്ടും ചെയ്യാം.
സമയം ഇത്ര ആയില്ലേ, ഇനി അവൾ വരുമെന്ന് തോന്നുന്നില്ലടാ. എന്നാലും സാർ ഇത്ര റിക്വസ്റ്റ് ചെയ്തതല്ലേ. എന്നിട്ടും ദീക്ഷിത്, അത് സൃഷ്ടിയാ. നിനക്കറിയാവുന്നതല്ലേ ഇതുപോലുള്ള പാർട്ടിക്കൊന്നും അവൾ വരില്ലെന്ന്. അറിയാടാ, എന്നാലും സാർ ഇത്ര റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു. ഹാ, സാരമില്ല, അത് വിട്. നീ വന്നേ, നമുക്ക് പോയി എൻജോയ് ചെയ്യാം. ഏയ്, എനിക്കൊരു മൂഡില്ലടാ, നീ ചെല്ല്. എന്താടാ ഇങ്ങനെ? നീ ചെല്ലടാ, ഞാനില്ല. ഗുഡ് മോർണിംഗ്. അല്ല, താനെന്താ ഇന്നലെ സാറിൻ്റെ പാർട്ടിക്ക് വരാതിരുന്നത്? വരാൻ തോന്നിയില്ല, സോ വന്നില്ല. അതെന്താ വരാൻ തോന്നാഞ്ഞത്? എനിക്ക് വരാൻ പറ്റാത്തതിൻ്റെ റീസൺ ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. തന്നെ അത് ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. പിന്നെ എനിക്ക് വർക്ക് ചെയ്യണം, സോ ഒന്ന് പോയി തരുമോ? താൻ പോകുന്നോ അതോ ഞാൻ സാറിനോട് പറയണോ? ഞാൻ പൊയ്ക്കോളാലോ. താനെന്തിനാ അതിന് സാറിനെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത്? കിച്ച, ആ, എന്താ അച്ഛാ? അത് പിന്നെ അച്ഛന് മോളോടൊരു കാര്യം പറയാനുണ്ട്. അതിനെന്താ, അച്ഛൻ പറഞ്ഞോ? അത് പിന്നെ ഒരു മാരേജ് പ്രപ്പോസല്. അച്ഛാ പ്ലീസ്, എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാ എനിക്കിപ്പോൾ മാരേജ് വേണ്ടെന്ന്. അത് നീ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? തൽക്കാലം മതി. ആമേ, നീ ഒന്ന് സമാധാനിക്ക്. ഞാൻ മോളോട് സംസാരിക്കുമല്ലേ. എന്തിനായിട്ടാ മിണ്ടാതിരിക്കുന്നത്? അല്ലെങ്കിലും ഇത്രയും നാൾ നമ്മൾ മിണ്ടാതിരുന്നതാ ഏറ്റവും വലിയ തെറ്റ്. എനിക്കിതിനെപ്പറ്റി കൂടുതലൊന്നും സംസാരിക്കാനില്ല. പിന്നെ എന്നെ നോക്കാൻ എനിക്കറിയാം. അതിന് മറ്റൊരാളുടെ കൂട്ടേ എനിക്ക് ആവശ്യമില്ല. ഇത്രയും നാൾ ഞാൻ എങ്ങനെയാണോ കഴിഞ്ഞത് അതുപോലെ കഴിയാനാ എനിക്കിഷ്ടം. കിച്ച, നിന്നെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ നിന്നെ നോക്കാനോ ഒരാൾ വേണോന്നല്ല ഞങ്ങൾ പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരാളുടെ തലയിൽ കെട്ടിവെക്കാൻ നീ ഞങ്ങൾക്കൊരു ബാധ്യതയല്ല. ദേ നോക്ക്, അമ്മയ്ക്ക് അച്ഛൻ കൂട്ടായിട്ടുള്ളതുപോലെ എൻ്റെ കിച്ചനും കൂട്ടിനൊരാൾ വേണം. അതേ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ എൻ്റെ കുഞ്ഞ് ആരുടെ അടിമയായിട്ട് ജീവിക്കണമെന്ന് അച്ഛൻ ഒരിക്കലും പറയില്ല. അച്ഛനറിയാം എൻ്റെ കിച്ചന് തനിയെ ജീവിക്കാനുള്ള തൻ്റെ ഇടവും വിവേകവും ഒക്കെ ഉണ്ടെന്ന്. പക്ഷേ അച്ഛൻ്റെ അമ്മയുടെ മാനസികാവസ്ഥ കൂടി മോള് മനസ്സിലാക്കണം. നിന്നെ ഫോഴ്സ് ചെയ്തിട്ട് ഒരു വിവാഹ ജീവിതത്തിലോട്ട് തള്ളിവിടാൻ അച്ഛൻ ഒരിക്കലും ശ്രമിക്കില്ല. മോൾക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രം മതി ഈ വിവാഹമൊക്കെ. പിന്നെ അമ്മയ്ക്കും അച്ഛനും ആകെയുള്ളത് കിച്ചനല്ലേ. ആ നീ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നത് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നതിൽ എന്താടാ തെറ്റ്? നിനക്ക് ചിലപ്പോൾ ഞങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാകണമെന്നില്ല. അത് മനസ്സിലാകണമെങ്കിൽ എൻ്റെ മോളൊരമ്മയാകണം. അച്ഛാ, അച്ഛൻ പറഞ്ഞില്ലേ, അച്ഛൻ മോളെ ഒന്നിനും ഫോഴ്സ് ചെയ്യില്ല. പിന്നെ വിവാഹക്കാര്യത്തെപ്പറ്റി ഇപ്പോൾ പറഞ്ഞത് നല്ലൊരു ആലോചന വന്നതുകൊണ്ടാ. ഇനി എന്ത് വേണമെന്ന് മോൾക്ക് തീരുമാനിക്കാം. ഞാനിപ്പോൾ ഒന്നിനും മെൻ്റലി പ്രിപ്പയർഡ് അല്ല അച്ഛാ. പെട്ടെന്ന് അറിയാത്ത ഒരാളെയൊക്കെ ഞാൻ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യണമെന്നാ? അതിനറിയാത്ത ഒരാളുടെ കയ്യിൽ നിന്നെ ഞങ്ങൾ പിടിച്ചു കൊടുക്കില്ലല്ലോ. ചെക്കനെ നിനക്ക് നന്നായിട്ടറിയാം. അമ്മ എന്തേ പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞു വന്നത് വേറെ ആരെ പറ്റിയല്ല, ദീക്ഷിതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ദീക്ഷിതോ? അതെ, അവൻ തന്നെ. അല്ലെങ്കിലും നിന്റെ ഈ സ്വഭാവം സഹിക്കാനേ ഈ ലോകത്ത് അവനെ കൊണ്ടേ പറ്റൂ. അമ്മേ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ അയാളെ പറ്റി ഈ വീട്ടിലൊരു സംസാരം വേണ്ടെന്ന്. കിച്ച, ദീക്ഷിത്തിനോട് നിനക്ക് എന്തെങ്കിലും വെറുപ്പുണ്ടോ? അവന്റെ സ്വഭാവം ശരിയല്ലെന്ന് മോൾക്ക് തോന്നിയിട്ടുണ്ടോ?
ഏയ് അങ്ങനൊന്നും ഇല്ല അച്ഛാ. പിന്നെന്താ നിനക്ക് അവനോട് ഇത്ര ദേഷ്യം? ദേഷ്യം അ- അത് ദേഷ്യം എന്തിനാണെന്ന് അറിയില്ല അല്ലേ? ഉം. എന്റെ കിച്ചനെ അവനോട് ഒരു തരത്തിലുള്ള ദേഷ്യമോ വെറുപ്പോ ഇല്ലെന്ന് അച്ഛനറിയാം. പിന്നെ ദീക്ഷിത്തിന്റെ അമ്മ വിളിച്ചിരുന്നു. അവർക്ക് മോളെ ഒന്ന് വന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. മോളുടെ അഭിപ്രായം എന്താ? അച്ഛൻ അവരോട് എന്താ പറയണ്ടേ? അച്ഛാ, എനിക്ക് മുൻപ് പറഞ്ഞത് ഇപ്പോഴും പറയാനുള്ളൂ. ഇപ്പോൾ ഒരു മാരേജിന് എനിക്ക് താല്പര്യമില്ല. പിന്നെ ദീക്ഷിത്തിനാണെങ്കിൽ തീരെ താല്പര്യമില്ല. അതെന്താടി എൻ്റെ കൊച്ചിനൊരു കുഴപ്പം? ഭാമേ, അമ്മയുടെ കൊച്ചിനെ ഒരു കുഴപ്പമില്ല. പക്ഷേ എനിക്ക് അവനെ മാരേജ് ചെയ്യാൻ പറ്റില്ല. ദേട്ടാ, നിങ്ങളുടെ മോൾ എൻ്റെ കയ്യിൽ നിന്ന് വല്ലതും വാങ്ങിക്കൂട്ടും. അല്ലെങ്കിലും തല്ലി വളർത്തേണ്ട സമയത്തെ അത് ചെയ്യാത്തതിൻ്റെ കുഴപ്പം ഇവൾക്ക്. അമ്മ എന്ത് പറഞ്ഞാലും എനിക്ക് ഈ മാരേജിന് സമ്മതമല്ല. ഇച്ച, അച്ഛ പ്ലീസ് എന്നെ ഫോഴ്സ് ചെയ്യരുത്. അച്ഛൻ മോളെ ഒന്നിനും ഫോഴ്സ് ചെയ്യില്ല. പക്ഷേ ദീക്ഷിത്തിനെ വേണ്ടെന്ന് പറയുന്നതിന്റെ റീസൺ അതൊന്ന് അറിഞ്ഞാ കൊള്ളാം. ഒന്നും പറയാനില്ലല്ലേ? പിന്നെ എന്താ കിച്ച നിന്റെ പ്രശ്നം? എനിക്ക് അയാളെ ഇഷ്ടമല്ല, അതാ പ്രശ്നം. ശരി, ഇനി നിന്നോട് അച്ഛനൊന്നും പറയില്ല. ദീക്ഷിത്തിന്റെ അമ്മയോട് ഞാൻ എന്താന്ന് വെച്ചാൽ സംസാരിച്ചോളാം. പക്ഷേ മോളൊരു കാര്യം ആലോചിക്കണം. അച്ഛനും അമ്മയ്ക്കും എന്നും മോളുടെ കൂടെ ജീവിക്കാൻ പറ്റിയെന്ന് വരില്ല. അതിന് കഴിയുന്നുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഒരിക്കലും മാരേജിനെ പറ്റി മോളോട് സംസാരിക്കില്ലായിരുന്നു. ദീക്ഷിത്ത് എൻ്റെ മോൾക്ക് പെർഫെക്റ്റ് ആയിരിക്കുമെന്ന് അച്ഛന് തോന്നിപ്പോയടാ. അതുകൊണ്ടാണ് ഇത്രയും സംസാരിച്ചത്. മോളെ ബുദ്ധിമുട്ടിച്ചതിന് സോറി. അച്ഛാ, സാരമില്ല, മോള് പോയി കിടന്നോ. നിനക്ക് ഞങ്ങളുടെ ടെൻഷൻ പറഞ്ഞ മനസ്സിലാവില്ല കിച്ച. ഓരോ ദിവസവും നിന്നെ ഓർത്ത് ഒരുക്കി തീരാനായിരിക്കും ഞങ്ങളുടെ വിധി. ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ. അത് നീ ഒന്ന് ഓർത്താ കൊള്ളാം. ഓ ദീക്ഷിത്, നീ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? ഞാൻ എന്താ ഭഗവാനെ ചെയ്യേണ്ടത്? എന്നെ കൊണ്ട് ഇതൊന്നും താങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ഞാൻ ആർക്കു വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവരെ ഞാൻ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. അച്ഛാ, ആ വാ കിച്ച, വന്നിരിക്കെ. ദീക്ഷിത്തിന്റെ അമ്മയോട് എന്നെ വന്ന് കണ്ടോളാൻ പറഞ്ഞേക്ക്. കിച്ച, അച്ഛൻ്റെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമാ ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്തത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാനേ ഉള്ളൂ എന്ന് പറയാറില്ലേ, അതുപോലെ എനിക്കും നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഈ കിച്ചൻ ജീവിച്ചിരിക്കുന്ന തന്നെ. മോളെ, അച്ഛൻ നിന്നെ ഫോഴ്സ് ചെയ്യണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അറിയാം, എൻ്റെ അച്ഛനെ എനിക്കറിയില്ലേ. ഇപ്പം സന്തോഷമായ രണ്ടുപേർക്കും. ഒരുപാട് സന്തോഷമായടാ. ഐ ആം സോറി അച്ഛാ. ഈ സന്തോഷം വളരെ കുറച്ച് നേരത്തേക്ക് കാണൂ. എന്നെക്കൊണ്ട് ഒരിക്കലും ഒരാളുടെ ജീവിതം തകർക്കാൻ കഴിയില്ല. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എൻ്റെ ദൈവമേ, സൃഷ്ടിക്ക് ഇങ്ങനൊക്കെ സോഫ്റ്റായിട്ട് സംസാരിക്കാൻ അറിയോ? തൻ്റെ അമ്മ എന്നെ കാണാൻ എന്നാ ഇങ്ങോട്ട് വരുന്നത്? എൻ്റെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ അമ്മ തന്നെ വിളിച്ചറിയിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്താ, ശരിയല്ലേ? മേ ബി.
ഓക്കെ. അല്ല, എന്നാ തൻ്റെ അമ്മ വരുന്നത്? ആക്ച്വലി തൻ്റെ സമ്മതം അറിഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് ഇങ്ങോട്ട് വരണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ഈ ആഴ്ച കൂടി മാളൂന് എക്സാം ഉണ്ട്. അവളിപ്പോൾ ഫൈനൽ ഇയറാ. ആ ആരാ ഈ മാളു? വേറെ ആരാ, എൻ്റെ പെങ്ങള്. അവളുടെ എക്സാം കഴിഞ്ഞ ഉടനെ അമ്മയും അവളും പിന്നെ എൻ്റെ അമ്മാവനും അവർ 3 പേരും തന്നെ കാണാൻ വരും. ഈ ലോകത്ത് എനിക്ക് സ്വന്തമെന്ന് പറയാൻ അവർ 3 പേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ തൻ്റെ അച്ഛൻ? അച്ഛൻ ചെറുപ്പത്തിലെ ഞങ്ങളെ വിട്ടുപോയതാ. അമ്മയും അച്ഛനും ലവ് മാരേജ് ആയിരുന്നു. വേറെ ലവ് മാരേജ് അല്ല, ഒളിച്ചോടി വന്നതാ. അതുകൊണ്ട് തന്നെ അമ്മയുടെ ഫാമിലിയിൽ നിന്ന് ആരും സപ്പോർട്ടില്ലായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ അമ്മാവനും ഞങ്ങളുടെ കൂടെ കൂടിയിട്ട്. ഇപ്പം അച്ഛൻ്റെ സ്ഥാനത്ത് അമ്മാവനാ. ഓ, അമ്മാവനെ അത്ര ഇഷ്ടമാ? അങ്ങനെ ചോദിച്ചാ അമ്മ കഴിഞ്ഞ അമ്മാവനെ ഇഷ്ടം. കാരണം ഞാനിവിടെ വന്നതിന് ശേഷം അവർക്കവിടെ എന്തിനും ഏതിനും കൂട്ടിന് അമ്മാവൻ മാത്രമേ ഉള്ളൂ. ആ പിന്നെ താൻ ഇത്ര പെട്ടെന്ന് ഒരു പെണ്ണ് കാണൽ തയ്യാറാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഞാനും. ദീക്ഷിത് ഈവനിങ് ഫ്രീ ആണോ? ആ അതെ, എന്താടോ? എനിക്ക് തന്നോട് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കണം. പറ്റുമെങ്കിൽ ഈവനിങ് എൻ്റെ കൂടെ നിന്ന് വരുമോ? പിന്നെന്താ, താൻ വിളിച്ച എവിടേക്ക് വേണമെങ്കിലും ഞാൻ വരും. ഓക്കെ, ദെൻ ഈവനിങ് കാണാം. എന്താണ് മോനെ കീരിയും പാമ്പും തമ്മിലൊരു സ്വകാര്യം പറച്ചില്? ആ അതൊക്കെയുണ്ട്. എന്നാ എന്നോടും കൂടി പറയടാ. പറയാം, പക്ഷേ ഇപ്പോഴല്ല, സമയാകട്ടെ ദാസാ. ഈ കടലിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാനാണോ താൻ എന്നെ വിളിച്ചുകൊണ്ട് വന്നത്? തനിക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ? ശരിക്കും താൻ എന്നു മുതലാണ് ദീക്ഷിത് എന്നെ കാണാൻ തുടങ്ങിയത്? ഒരു 5 വർഷമായി കാണും അല്ലേ? നോ, കൃത്യമായി പറഞ്ഞാൽ 5 വർഷവും 8 മാസവും. ഓ അല്ല, എന്തുകൊണ്ടാ ഞാൻ ഇത്രയും തന്നെ ആട്ടി ഓട്ടിച്ചിട്ടും അപമാനിച്ചിട്ടും താനിങ്ങനെ സെൽഫ്ലെസ് ആയിട്ട് എന്നെ സ്നേഹിക്കുന്നത്? ഐ ഡോണ്ട് നോ. ദേ നോക്ക് ദീക്ഷിത്, ഞാൻ തനിക്ക് ചേരുന്ന പെൺകുട്ടിയേ അല്ല. പിന്നെ ഇന്നലെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സങ്കടം കണ്ടപ്പോൾ മറ്റൊരു മാർഗം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ മാരേജിന് സമ്മതിച്ചത്. എനിക്ക് ഇനി എൻ്റെ അച്ഛനെ അമ്മയും വേദനിപ്പിക്കാൻ വയ്യടോ. സോ താൻ ഈ മാരേജിൽ നിന്ന് പിന്മാറണം. തൻ്റെ ലൈഫിനും അതാ നല്ലത്. എന്നിട്ട് തനിക്ക് ചേരുന്ന ഏതെങ്കിലും ഒരു നല്ല പെൺകുട്ടിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കുക. എന്നാ പിന്നെ ഈ മാരേജിന് സമ്മതമല്ലെന്ന് തനിക്ക് തൻ്റെ അച്ഛനോടും അമ്മയോടും ഡയറക്റ്റായിട്ട് പറയാമായിരുന്നില്ലേ? ഞാൻ പറഞ്ഞില്ലേ, വേറെ വഴിയില്ലാത്തത് കൊണ്ടാ അച്ഛനോടും അമ്മയോടും ഒക്കെ ഇങ്ങനെ പറയേണ്ടി വന്നത്. ഇതിപ്പോൾ താനായിട്ട് ഒഴിഞ്ഞു മാറിയ അച്ഛനും അമ്മയ്ക്കും വലിയ പ്രശ്നം ഉണ്ടായില്ല. ഓക്കെ, ഞാൻ പറയാം. പക്ഷേ എൻ്റെ ചോദ്യത്തിന് എനിക്ക് ക്ലിയർ ആയിട്ടും വാലിഡ് ആയിട്ടുള്ളൊരു മറുപടി കിട്ടണം. അത് തരാൻ സൃഷ്ടിക്ക് പറ്റുമോ? തനിക്ക് എന്താ അറിയണ്ടേ? ഡു യു ലവ് മീ? നോ. ഡു യു ഹേറ്റ് മീ? നോ. എങ്കിൽ പിന്നെ എനിക്കൊരു ചാൻസ് തന്നൂടെ തനിക്ക്? പറ്റില്ല ദീക്ഷിത്. ശരി, എന്നെ വേണ്ടെന്ന് വെക്കുന്നതിന് ഒരു വാലിഡ് ആയിട്ടുള്ള റീസൺ അത് തനിക്ക് പറയാനുണ്ടോ? പറ സൃഷ്ടി,
എന്നെ വേണ്ടെന്ന് വെക്കാൻ എന്ത് റീസണാ തനിക്ക് മുന്നിലുള്ളത്? ഒരു റീസൺ, ഒരെണ്ണം പറഞ്ഞതാ, ഞാൻ ഈ മാരേജിൽ നിന്ന് പിന്മാറിക്കോളാം. എനിക്ക് തന്നെ ഇഷ്ടമല്ല, അതാ റീസൺ. എനിക്ക് തന്നെ ഇനി ഒരിക്കലും സ്നേഹിക്കാനും പറ്റില്ല. അപ്പോൾ ഇത് തൻ്റെ മാത്രം പ്രശ്നമാ. സോ താൻ തൻ്റെ അച്ഛനോടും അമ്മയോടും ഇതേപ്പറ്റി സംസാരിക്കാൻ നോക്ക്. അതിനെനിക്ക് പറ്റുന്നില്ലെന്നല്ലേ ദീക്ഷിത് തന്നോട് പറഞ്ഞത്? എന്നാ എനിക്കും ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. എന്തിനാ താൻ എന്നെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നത്? ഞാൻ എപ്പോഴാ തന്നെ ഫോഴ്സ് ചെയ്തത്? തനിക്ക് വേണമെങ്കിൽ തൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ട് ഈ മാരേജിൽ നിന്ന് പിന്മാറാം. അതിന് ഞാൻ എതിർക്കാനും വരില്ല. പിന്നെ ഞാൻ എന്തുകൊണ്ടാ തന്നെ ഹെൽപ്പ് ചെയ്യാത്തതെന്ന് ചോദിച്ചാ, ഈ മാരേജിൽ നിന്ന് ഞാൻ പിന്മാറണമെങ്കിൽ എനിക്ക് തന്നെ ഇഷ്ടമല്ലെന്ന് ഞാൻ പറയേണ്ടി വരും. അതൊരു നുണയാണെന്ന് അവർക്കും അറിയാം, തനിക്കും അറിയാം. സോ എന്നെ കൊണ്ടിത് ചെയ്യാൻ പറ്റില്ല. താൻ എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, ഈ മാരേജ് നടക്കാൻ പാടില്ല. ഞാനായിട്ട് ഈ മാരേജ് മുടക്കാൻ ശ്രമിക്കില്ല സൃഷ്ടി. ദീക്ഷിത് പ്ലീസ്, തൻ്റെ കാല് വേണമെങ്കിൽ ഞാൻ പിടിക്കാം. എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക്. ഐ ആം സോറി സൃഷ്ടി, തന്നെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഇതിൻ്റെ പേരിൽ താൻ എന്നെ സെൽഫിഷായി കണ്ടാലും എനിക്കൊരു പ്രോബ്ലം ഇല്ല. തനിക്ക് വേറൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ പൊക്കോട്ടെ. ദീക്ഷിത്, താൻ വിചാരിക്കുന്ന പോലെ ഒരു പെൺകുട്ടി അല്ല ഞാൻ. എനിക്ക് ഒരിക്കലും തന്നെ സ്നേഹിക്കാൻ പറ്റില്ല. ബൈ സൃഷ്ടി. ഏയ് സൃഷ്ടി, പ്ലീസ്, എന്നെ ഒന്ന് മനസ്സിലാക്ക്. എനിക്ക് താൻ വിചാരിക്കുന്നത് പോലെ ഒരു വൈഫാകാൻ പറ്റില്ല. ഞാൻ ചീത്തയാ. തനിക്ക് ഞാൻ ചേരില്ല. പ്ലീസ് ദീക്ഷിത്, എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്. സൃഷ്ടി, എൻ്റെ മുഖത്തേക്ക് നോക്ക്. ഇനി പറ, എന്താ നിന്റെ പ്രോബ്ലം? എന്താണെങ്കിലും ഞാൻ നിന്റെ കൂടെ കാണും. ഐ പ്രോമിസ്. പ്ലീസ്, ഇനിയെങ്കിലും എല്ലാം ഒന്ന് തുറന്നു പറയടോ. എനിക്കറിയാം നീ എന്തൊക്കെ ഒളിച്ചു വെക്കുന്നുണ്ടെന്ന്. അതിനുവേണ്ടി നീ അണിഞ്ഞതായി ഈ ദേഷ്യത്തിന്റെ മുഖംമൂടിയൊന്നും എനിക്കറിയാം. അതുകൊണ്ട് മര്യാദയ്ക്ക് സത്യം തുറന്നു പറയുന്നതാ നിനക്ക് നല്ലത്. ദൃഷ്ടി, പ്ലീസ്, എന്നോടെങ്കിലും ഒന്ന് തുറന്നു പറ. ഞാൻ ചീത്തയാ ദീക്ഷിത്, ഞാൻ ചീത്തയാ. എന്തിനാടി ഇങ്ങനെ പറയുന്നത്? കാരണം ഞാൻ ചീത്തയായതുകൊണ്ട്. ഒരു 10 വയസ്സുകാരിക്ക് അവളുടെ അധ്യാപകനിൽ നിന്ന് നേരിട്ട സെക്ഷൽ അബ്യൂസിനെ പറ്റി മനസ്സിലാക്കാൻ ഒരുപാട് സമയം വേണ്ടി വന്നു. അയാൾ എന്നെ എന്താ ചെയ്തതെന്നോ എന്തിനാ എന്നെ ഭീഷണിപ്പെടുത്തിയെന്നോ അന്നെനിക്കറിയില്ലായിരുന്നു. ഒന്ന് കരയാൻ പോലും അന്നെനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സൃഷ്ടി എന്താ ഇങ്ങനെ ആയെന്ന് താൻ ഉൾപ്പെടെ പലരും ചിന്തിച്ചിട്ടില്ലേ? എന്നാ ഞാനിങ്ങനെ ആയതല്ല, എന്നെ ഇങ്ങനെ ആക്കിയതാ അയാള്. ആരാത്? നിന്നോട് അങ്ങനെ ചെയ്തത് ആരാ? ആരാണ്, എന്താണ് എന്നൊന്നും താൻ എന്നോട് ചോദിക്കരുത്. അതൊന്നും ഒരിക്കലും ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാ. പിന്നെ ഇപ്പം ഇതിവിടെ പറയേണ്ടി വന്നതും എൻ്റെ ഗതികേട് കൊണ്ടാ. മറ്റൊരാളെ ചവച്ച് തുപ്പിയ ഒരു വേസ്റ്റായി സൃഷ്ടി. മതി സൃഷ്ടി. അതാണ് ദീക്ഷിത് സത്യം. തനിക്കറിയോ, ഞാനിങ്ങനൊന്നും ആയിരുന്നില്ല. എനിക്കും ഉണ്ടായിരുന്നു ഒരുപാട് കൂട്ടുകാർ, ഒരുപാട് സംസാരിക്കാൻ കൊതിച്ച, ഒരുപാട് സന്തോഷിക്കാൻ കൊതിച്ച. എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത് അയാളാണ്. ഇത്രയും നാൾ ഒരാൾ പോലും അറിയാതെ എൻ്റെ ഉള്ളിൽ കൊണ്ടു നടന്നതാ ഞാൻ. ധൈര്യം ഉണ്ടായിരുന്നില്ല ആരോടും തുറന്നു പറയാൻ. അച്ഛൻ്റെയും അമ്മയുടെയും ജീവനെടുക്കുന്നുള്ള ആ ഭീഷണി, അതിൻ്റെ മുന്നിൽ
ഒരു 10 വയസ്സുകാരിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറച്ചു വെച്ചു എല്ലാം. അച്ഛന് ട്രാൻസ്ഫറായിട്ട് ഞങ്ങൾ ഈ നാട്ടിലേക്ക് വരുന്നതിന് ഒരാഴ്ച മുൻപായിരുന്നു എൻ്റെ ജീവിതത്തിലെ ആ ഏറ്റവും വൃത്തികെട്ട ദിവസം. ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലത്. ഒരു പക്ഷേ ആ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. തനിക്കൊരു കാര്യം അറിയോ? ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പറിച്ചു നട്ടപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലെന്നാണ് എൻ്റെ അച്ഛനും അമ്മയും ഇപ്പോഴും വിശ്വസിക്കുന്നത്. കൂട്ടുകാരികളെ പിരിഞ്ഞതിൻ്റെ സങ്കടം അതാ അവർ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ ശരിക്കും ഞാൻ അനുഭവിച്ച മാനസിക സംഘർഷം ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല, ആരെയും ഞാൻ അറിയിച്ചിട്ടുമില്ല. പേടിയാണ് എനിക്ക് എല്ലാവരെയും, ആരെയും വിശ്വാസമില്ല. ഈ ലോകത്ത് സൃഷ്ടി വിശ്വസിക്കുന്ന ഒരേ ഒരാണേ ഉള്ളൂ, അതെനിക്ക് ജന്മം നൽകിയ എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ. ഇതൊക്കെ ഞാൻ അവരോട് തുറന്നു പറഞ്ഞാൽ തകർന്നു പോകുക ആ പാവങ്ങൾ. മതി, ഇനി എനിക്കൊന്നും കേൾക്കണ്ട. ഇപ്പം മനസ്സിലായില്ലേ ഈ സൃഷ്ടി ആരാണെന്ന്? ഇനിയെങ്കിലും താൻ തൻ്റെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. ഉറപ്പായിട്ടും പറയും, പക്ഷേ അത് നീ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല. ഈ ദീക്ഷിത്തിനൊരു പെണ്ണുണ്ടെങ്കിൽ അത് സൃഷ്ടിയായിരിക്കുമെന്നാണ് പറയാൻ പോകുന്നത്. നീ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ച് വെച്ചിരിക്കുന്നത്? എനിക്ക് നിന്നോടുള്ള സ്നേഹം അത്രേ ഉള്ളെന്നോ? എന്നാൽ നിനക്ക് തെറ്റി സൃഷ്ടി. ഞാൻ നിന്നെ സ്നേഹിച്ചതേ വെറും നേരം പോക്കിനല്ല. പിന്നെ എൻ്റെ ഇഷ്ടം ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഞാൻ ഉപേക്ഷിക്കുമെന്ന് നീ വിചാരിക്കണ്ട. ഇതല്ലാതെ ഈ മാരേജ് വേണ്ടെന്ന് വെക്കാൻ മറ്റു വല്ല കാരണമുണ്ടെങ്കിൽ അത് നീ പറ. തനിക്കെന്താണോ ഇത്രയൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തത്? എല്ലാം ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് എൻ്റെ തീരുമാനം എന്താ ഇപ്പം നിന്നോട് പറഞ്ഞത്. പിന്നെ എന്നെ വേണ്ടെന്ന് വെക്കാൻ നിനക്ക് വേറെന്തെങ്കിലും റീസൺ ഉണ്ടോ? ഉണ്ട്. എനിക്ക് തന്നെ ഇഷ്ടമല്ല, തൻ്റെ നാടും എനിക്കിഷ്ടമല്ല. ആ നാട് എന്നും എനിക്കെൻ്റെ വേദന സമ്മാനിക്കുന്ന ഭൂതകാലമാണ്. അവിടേക്കൊരു മടക്കയാത്ര ഇനി ഈ സൃഷ്ടിക്കില്ല. സൃഷ്ടി, തനിക്ക് സംഭവിച്ചത് അത്ര ചെറിയ കാര്യമല്ലെന്ന് എനിക്കറിയാം. അത് തന്നെ എത്രത്തോളം തകർത്തിട്ടുണ്ടെന്നും എനിക്ക് മനസ്സിലായി. പക്ഷേ അതിൻ്റെ പേരിൽ തന്നെ ഞാൻ വിട്ടുകളയുന്ന താൻ വിചാരിക്കണ്ട. പിന്നെ ആ നാട് തന്നെ വേദനിപ്പിക്കുന്ന ഒന്നും തന്നെ തൻ്റെ അരികിൽ വരാൻ ഞാൻ സമ്മതിക്കില്ല. ഇതെൻ്റെ വാക്കാ. പക്ഷെ താൻ കാരണം എനിക്കത് ഫേസ് ചെയ്യേണ്ടി വന്നാലോ? ചെയ്യേണ്ടി വന്നാൽ അതിനെ എന്നേക്കോട്ട് ഇല്ലാതാക്കാനും ഈ ദീക്ഷിത് മടിക്കില്ല. ഇതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ സൃഷ്ടി. എത്ര മനോഹരമായ നുണയാണതെന്ന് തനിക്കറിയോ? ദേ നോക്ക് ദീക്ഷിത്, എനിക്ക് പറയാനുള്ളത് ഞാൻ തന്നോട് പറഞ്ഞു. ഇത് കേട്ടിട്ടും തൻ്റെ തീരുമാനത്തിന് മാറ്റമില്ലെങ്കിൽ എനിക്ക് മറ്റ് പല മാർഗങ്ങളും സ്വീകരിക്കേണ്ടി വരും. ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാ തനിക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഇന്ന് താൻ അറിഞ്ഞ ഈ കാര്യമുണ്ടല്ലോ, അത് തൻ്റെ അമ്മയും പെങ്ങളും അറിയും. ഒരമ്മയും തൻ്റെ മകന് വേണ്ടി എന്നെപ്പോലൊരു പെൺകുട്ടി ആഗ്രഹിക്കില്ല. ഭീഷണി കൊള്ളാം സൃഷ്ടി, പക്ഷേ ഇതിൽ ഞാൻ തോറ്റു തരുമെന്ന് നീ വിചാരിക്കണ്ട. പിന്നെ ഇനി എന്നെ ഇഷ്ടമല്ലെന്ന് മാത്രം നീ പറയരുത്. ഇപ്പം നീ സംസാരിക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് നിനക്കറിയോ? ഈ എനിക്ക് വേണ്ടിയാ. എന്ന് വെച്ച് നിനക്കെന്നോട് മുടിഞ്ഞ പ്രേമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സൃഷ്ടിയുടെ ലൈഫിൽ ഈ ദീക്ഷിത്തിനൊരു സ്ഥാനമുണ്ടെന്ന് ഇന്നെനിക്ക് നീ തെളിയിച്ചു വന്നു. ഇനി അത് നീ ഇല്ലെന്ന് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല. നീ എൻ്റെ അമ്മയോട് ഇതൊക്കെ തുറന്നു പറയുന്നത് കൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. അതെൻ്റെ അമ്മയാണ്. നിൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ എൻ്റെ അമ്മയ്ക്ക് പറ്റും, അതെനിക്ക് ഉറപ്പാണ്. പക്ഷേ
ഈ കാര്യം നമ്മുടെ ഇടയിൽ മാത്രം ഒതുങ്ങി നിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി നിനക്കതെൻ്റെ അമ്മയോട് പറഞ്ഞേ പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്കൊരു പ്രോബ്ലം ഇല്ല. ഈ കാര്യം എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയാം. എടോ, എന്തിനാ സൃഷ്ടി വെറുതെ എനർജി വേസ്റ്റാക്കാൻ നിൽക്കുന്നത്? പിന്നെ ആദ്യമായിട്ടും അവസാനമായിട്ടും നിന്നോടൊരു കാര്യം ഞാൻ പറയുക. ഇനി മേലാൽ നീ ചീത്തയാണെന്ന് നിന്റെ വായിൽ നിന്ന് ഞാൻ കേൾക്കാൻ പാടില്ല. കേട്ടാൽ എടാ ഏട്ടാ, ഓ എന്താടി പെണ്ണെ, നീ ഇതുവരെ റെഡി ആയില്ലേ? അതെങ്ങനെ റെഡിയാവാനാ? എനിക്കൊരു കൺഫ്യൂഷൻ. കൺഫ്യൂഷനോ? എന്തിന്? ദേ ഇതിലേത് ഡ്രസ്സാ ഞാൻ ഇടേണ്ടത്? ഓ ഇതായിരുന്നോ? ദേ പെണ്ണെ, ഇന്ന് നിന്റെ പെണ്ണ് കാണലല്ല. മര്യാദയ്ക്ക് അതിലേതെങ്കിലും ഒരെണ്ണം എടുത്തിട്ടിട്ട് നീ വരാൻ നോക്ക്. ഇല്ലെങ്കിൽ പിന്നെ നിന്നെ കളഞ്ഞിട്ട് ഞങ്ങൾ പോകും. എന്താ കണ്ണാ ഇത്? നീ എന്തിനാ മോളോട് ചൂടാവുന്നത്? അവള് കുഞ്ഞല്ലേ. ആ, അങ്ങനെ അങ്ങോട്ട് ചോദിക്കാമാവാ. എന്റെ പൊന്നേട്ടാ, ഏട്ടനെന്താ? ഈ പെണ്ണെ രാവിലെ മുതൽ തുടങ്ങിയതാ. ഈ പരിപാടി ഇങ്ങനെ പോയാലേ ഇന്ന് നമുക്ക് സമയത്ത് അങ്ങ് ചെല്ലാൻ പറ്റില്ല. ആ അതാ ഞാൻ പറഞ്ഞത് ഇവളെ കൊണ്ടുപോണ്ടെന്ന്. കണ്ണാ, അല്ലെങ്കിലും എന്റെ അമ്മാവന് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. ഓ പിന്നെ ദേ പെണ്ണെ, നീ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരുങ്ങി വരാൻ നോക്ക്. ഇല്ലെങ്കിൽ ഞങ്ങൾ പോവും. അയ്യോ, അത് പാടില്ല. ഒരു 5 മിനിറ്റ് കൂടെ ഞാൻ പോയി പെട്ടെന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം. ഇവളിത് പറയാൻ തുടങ്ങിയിട്ടേ ഇപ്പൊ 2 മണിക്കൂറായി. വല്ലതും നടക്കുവോ എന്തോ. കിച്ച, നീ ഇതുവരെ റെഡി ആയില്ലേ? എന്താ കൊച്ചേ ഇത്? നിനക്കൊരു സാരി എടുത്ത് കൊടുത്താ പോരായിരുന്നോ? അതുമല്ല, നീ എന്ത് കോലത്തിലായി നിൽക്കുന്നത്? പോയി നല്ലതുപോലെ ഒന്ന് ഒരുങ്ങ്. ഇത്രയൊക്കെ മതി. അല്ലെങ്കിലും ഞാൻ എങ്ങനെയാണോ അതുപോലെ അവരെന്നെ കണ്ടാ മതി. ഈ വേഷം കെട്ടലിനൊന്നും എന്നെ കിട്ടില്ല. ദേ പെണ്ണെ, രാവിലെ തന്നെ എന്റെ വായിലിരിക്കുന്ന കേൾക്കരുത്. എന്റെ ബാമേ, നീ ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ ഇത് കണ്ടില്ലേ ഏട്ടാ? സാരമില്ല, അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യട്ടെ. പിന്നെ പെണ്ണ് കാണല്ലേ, അവള് സമ്മതിച്ച് തന്നെ വലിയ കാര്യമാ. നീ ഇങ്ങോട്ട് വരാൻ നോക്കിക്കേ. അയ്യോ, എല്ലാരും എത്തിയോ? വാ, കേറി വാ എല്ലാരും. മാളു, മോളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ആ, നന്നായിരുന്നു ആന്റി. അല്ല, ആന്റിക്ക് എന്നെ അറിയോ? പിന്നെ ദീക്ഷിത് ഇവിടെ വന്നു കഴിഞ്ഞാലേ അവന് നിങ്ങളെക്കുറിച്ച് പറയാനേ നേരമുള്ളൂ. അല്ല, സൃഷ്ടിമോൾ എന്തേ? ആളെ കാണാനില്ലല്ലോ. ആ, അവള് റെഡി ആവുക. ഞാനിപ്പോൾ വിളിക്കാം. ദേ, നിങ്ങൾ ജ്യൂസ് കുടിക്കേ. ആ, കുട്ടികളുടെ കാര്യം ഒരുപാട് വെച്ച് താമസിപ്പിക്കണോ മേനോനെ? എത്രയും പെട്ടെന്ന് നടത്താവോ അത്രയും പെട്ടെന്ന് നടത്തുന്നതല്ലേ നല്ലത്. അല്ല, കണ്ണന് ഈ ചിങ്ങത്തിലെ വയസ്സ് 30. താ പറയുന്ന പോലല്ലേ കുട്ടികളുടെ വയസ്സ് പോകുന്നത്. അത് പിന്നെ മോളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയണം. ഉടനെ ഒരു കല്യാണം വേണ്ടെന്നാ അവള് പറയുന്നത്. ആ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് വിവാഹത്തെപ്പറ്റി ഒരുപാട് സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവും. കാലം ഇപ്പോൾ പഴയതല്ലല്ലോ. എന്തായാലും ഒരുപാട് വെച്ച് താമസിപ്പിക്കേണ്ടതേ ഞാൻ പറയൂ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കണ്ണൻ്റെ കല്യാണം. ജീവിച്ചിരിക്കുമ്പോൾ അതൊന്ന് കാണണം, എനിക്കത്രേ ഉള്ളൂ. എന്താ ഏട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? മനുഷ്യന്റെ കാര്യമില്ലേ മാലതി,
എപ്പോഴാ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. എടാ ഏട്ടാ, ദേ ചേച്ചി വരുന്നു. എന്തായാലും നിന്റെ സെലക്ഷൻ സൂപ്പർ ആയിട്ടുണ്ടടാ. ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ ചന്തവേ നേരിട്ട് കാണാനാ. മോളെ വാ, ഇവിടെ വന്നിരിക്കേ. എന്നെ മനസ്സിലായോ? ഞാനാ ദീക്ഷിത്തിന്റെ അമ്മ. ദേ, ഇത് കണ്ണന്റെ കണ്ണനെന്ന് വെച്ചാ ദീക്ഷിത്തിനെ ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നതാട്ടോ. ഇത് കണ്ണന്റെ പെങ്ങളാ, പേര് മാളു. ഹായ് ചേച്ചി. ഹായ്. ദാ ഈ ഇരിക്കുന്നതാ കണ്ണന്റെ അമ്മാവൻ. ദേ, അച്ഛൻ പറയുന്നത് മോൾക്കിപ്പൊ വിവാഹം വേണ്ടെന്നാ. അതൊന്നും പറഞ്ഞാ പറ്റില്ല കേട്ടോ. ഇപ്പൊ തന്നെ ഞങ്ങളുടെ കണ്ണിന് മൂക്കില് പല്ല് വരാറായി. അമ്മാവാ? ചുമ്മാ പറഞ്ഞതാടാ. അല്ല, എല്ലാരും ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചാ മതിയോ? ഇതൊക്കെ എടുത്ത് കഴിക്കേ. സൃഷ്ടി, ആർ യു ഓക്കെ? അതെ. മോളത്ര സംസാരപ്രിയ അല്ല അല്ലേ? കണ്ണം പറയാറുണ്ട്. ആൻറ്റി, ആ, എന്താ മോളെ? ഞാനൊന്ന് വാഷ്റൂം യൂസ് ചെയ്തോട്ടെ? അയ്യോ, അതിനെന്താ, മോള് പോയിട്ട് വാ. ഇയാൾക്കിതെന്തു പറ്റി? എന്തിനാ ദൈവമേ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഇതൊരിക്കലും നടക്കാൻ പാടില്ല. ഏയ് സൃഷ്ടി, താൻ എന്തിനാ കരയുന്നത്? പറഞ്ഞതല്ലേ തന്നോട് ഞാൻ ഇതൊന്നും വേണ്ടെന്ന്. എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? എടോ, ആദ്യം താൻ ഈ കരച്ചിലൊന്ന് നിർത്ത്, എന്നിട്ട് കാര്യം പറ. എന്നോട് പറയടോ, ഞാനില്ലേ കൂടെ. പ്ലീസ് ദീക്ഷിത്, എന്നെ വെറുതെ വീട്ടേക്ക്. എനിക്കിതൊന്നും താങ്ങാൻ പറ്റുന്നില്ലടോ. പ്ലീസ് എടോ, താൻ ആദ്യം കരച്ചിലൊന്ന് നിർത്ത്. നീ ആരെയാ പേടിക്കുന്നത്? എന്തിനാ പേടിക്കുന്നത്? നിന്റെ കൂടെ ഞാനില്ലേ? എന്റെ കൂടെ ആരുമില്ല ദീക്ഷിത്, ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാ. അങ്ങനായിരുന്നെങ്കിലേ ഇത്രയും നാൾ ആരോടും പറയാതെ ഉള്ളിൽ കൊണ്ടുനടന്ന ആ രഹസ്യമുണ്ടല്ലോ, അതെന്നോട് മാത്രം എന്തിനാ നീ പറഞ്ഞത്? എനിക്കറിയാം എൻ്റെ നല്ലതിന് വേണ്ടിയാ നീ അങ്ങനെ ചെയ്തതെന്ന്. ആ എന്നോട് ഇനി കള്ളം പറയാന്ന് നീ വിചാരിക്കരുത്. ദേ നോക്ക്, ഈ ലോകത്ത് ആരൊക്കെ നിന്നെ തനിച്ചാക്കിയാലും ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പക്ഷേ അത് നിന്നെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇപ്പോൾ നിന്റെ കണ്ണിൽ കണ്ട ഈ ഭയം, അതെന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. പ്ലീസ് എന്നെ ഒന്നിനും നിർബന്ധിക്കരുത്.
സൃഷ്ടി, നിനക്കെന്നെ വിശ്വാസമില്ലേ? എനിക്ക് പേടിയാ ദീക്ഷിത്. ഞാൻ കൂടെയുള്ളപ്പോൾ നീ ആരെയാ പേടിക്കുന്നത്? സൃഷ്ടി, ഇങ്ങോട്ട് നോക്കാൻ. നീ എന്തിനാ അമ്മാവനെ കണ്ട് പേടിച്ചത്? ഞാൻ കണ്ടതാ നിന്റെ കണ്ണുകളിലെ ആ ഭയം. അത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നു. നീ അമ്മാവനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തിനാ ഇങ്ങനെ ഭയന്നത്? അത് അങ്ങനൊന്നുമില്ല. നിനക്ക് എന്നോട് വേണമെങ്കിൽ കള്ളം പറയാം, പക്ഷേ നിന്റെ കണ്ണുകളുണ്ടല്ലോ, അത് മറ്റു പലതും എന്നോട് പറയുന്നത്. അവയ്ക്ക് കള്ളം പറയാൻ അറിയില്ല സൃഷ്ടി. നിന്റെ ഓരോ ചലനങ്ങളും ഇവിടെ മറ്റാരും ശ്രദ്ധിച്ചില്ലെങ്കിലും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് സത്യം പറ, എന്താ നിനക്ക് പറ്റിയത്? സൃഷ്ടി, എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ? ഞാനിനി എന്ത് പറയണമെന്നാ തന്നോട് ഞാൻ പറഞ്ഞതല്ലേ എല്ലാം ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണെന്ന്. പക്ഷേ ഇന്ന് താൻ കാരണം അതെല്ലാം എൻ്റെ കൺമുന്നിൽ വന്ന് നിൽക്കുക. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? താൻ പറ. ഇനി ഞാൻ എവിടേക്കാണ് ഒളിച്ചോടേണ്ടത്? എനിക്കിനി ഒന്നിനും വയ്യടോ, ഒന്നിനും വയ്യ. ഓടി ഓടി ഞാൻ മടുത്തു. ഒരിക്കലും ഇനി അയാളെ കാണരുതെന്ന് ഞാൻ ആഗ്രഹിച്ചതാ. പക്ഷെ ഇന്ന് സൃഷ്ടി, അത് അമ്മാവനാണെന്ന് മാത്രം താ പറയരുത്. ഇപ്പം തനിക്ക് മനസ്സിലായില്ലേ, താൻ എനിക്ക് തന്ന ഒരു വാക്കും തനിക്ക് പാലിക്കാൻ പറ്റില്ലെന്ന്. അയാൾ എത്ര ചീത്തയാണെന്ന് തനിക്കറിയോ? എന്നെ അയാള് സൃഷ്ടി, തനിക്കെന്നെ വിശ്വാസമില്ലേ? ഞാൻ പറയുന്നതൊക്കെ കളവാണെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഐ ട്രസ്റ്റ് യു. ഞാൻ ഇവിടെ പറഞ്ഞതല്ല ദീക്ഷിത്. ആ മുഖം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത്രത്തോളം അയാൾ എന്നെ വേട്ടയാടിയിട്ടുണ്ട്. സൃഷ്ടി, ഇപ്പം തന്നെ റെസ്റ്റ് എടുക്ക്. നമുക്ക് പിന്നെ ഇതിനെപ്പറ്റി സംസാരിക്കാം. ഇപ്പം സംസാരിച്ചാൽ ശരിയാവില്ല. ഞാൻ പറയുന്നത് നുണയല്ല ദീക്ഷിത്. അതിന് നുണയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് എന്നൊക്കെ വിശ്വാസമാണ് തന്നെ. ഇപ്പം എന്തായാലും റെസ്റ്റ് എടുക്ക്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തന്നെ വിശ്വാസമാണ്. താനിപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട. ദേ, അപ്പുറത്ത് അങ്കിളും ആൻറ്റിയൊക്കെ ഉണ്ട്. അവർ തൻ്റെ ഈ അവസ്ഥ കണ്ട എന്താവുമെന്ന് ഞാൻ പറയണ്ടല്ലോ. അതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്ക്. ഞാൻ തന്നെ പിന്നെ വന്ന് കണ്ടോളാം. ആ അല്ല, നീ ഇതെവിടെ പോയതാ കണ്ണാ? അത് ഞാൻ സൃഷ്ടിയെ കാണാൻ പോയതാ. എന്നിട്ട് അവളെന്തേ? അതാൻറ്റി, സൃഷ്ടിക്ക് നല്ല തലവേദന. അതുകൊണ്ട് ഞാനാ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞത്. തൽക്കാലം ആരും അങ്ങോട്ട് ചെല്ലണ്ട. അയാളൊന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ശരിയായിക്കോളും. ശരി മോനെ. അല്ല, ദീക്ഷിത് പറഞ്ഞിട്ടുണ്ടല്ലോ അമ്മാവിന് ഈ അമ്പലങ്ങളൊക്കെ വീക്ക്നെസ് ആണെന്ന്. നിൽക്കുന്ന നിലയിലൊക്കെ ആളെ കാണാതാവുമെന്നാണല്ലോ ഇവൻ പറഞ്ഞത്. ഇങ്ങനെ പോയാൽ മക്കളുടെ കല്യാണത്തിന് കാണുമോ, അതോ ആരും അറിയാതെ മുങ്ങുമോ? അതൊന്നും പറയാൻ പറ്റില്ല മേനോനെ. ദൈവവിളി വന്നു കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ കാണണം. അത് ശീലമായിപ്പോയി. എന്ന് വെച്ച് മാസങ്ങളോളം ഇങ്ങനെ നടക്കാവോ?
സൃഷ്ടിയുടെ അമ്മ കേൾക്കണം. കഴിഞ്ഞ പ്രാവശ്യം ആരും അറിയാതെ പോയിട്ടേ 3 മാസം കഴിഞ്ഞ് ആൾ തിരിച്ചു വന്നത്. ആ 3 മാസത്തിനിടയിൽ ഒന്ന് കോണ്ടാക്റ്റ് പോലും ചെയ്തിട്ടില്ല. അയ്യോ, 3 മാസമോ? ചില സമയത്ത് 3 മാസത്തിലും കൂടാറുണ്ട്. അതുമല്ല, ഞങ്ങളുടെ കൂടെ വീട്ടിൽ വന്ന് നിൽക്കാൻ പറഞ്ഞാൽ അതും കേൾക്കില്ല. അതിൻ്റെ കൂടെ ഇറങ്ങിപ്പോക്കും. പോയി കഴിഞ്ഞാലേ തിരിച്ചു വരുന്നത് വരെ ഒരറിവും ഉണ്ടായിരിക്കില്ല. ഇപ്പോഴാണെങ്കിൽ എൻ്റെ പേടി കുട്ടികളുടെ കല്യാണത്തിന് മുന്നേ മുങ്ങുമെന്നാ. അമ്മേ, എന്നാൽ നമുക്ക് ഇറങ്ങാം. ഇപ്പോഴോ? ലഞ്ച് കഴിച്ചിട്ട് പോയാൽ പോരെ എല്ലാവർക്കും? അതൊക്കെ പിന്നൊരിക്കലാവാം ആൻറ്റി. ഓഫീസിൽ കുറച്ച് പെൻഡിങ് വർക്ക്സ് ഉണ്ട്. എന്നാൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. ശരി അങ്കിൾ, ഞങ്ങൾ ഇറങ്ങട്ടെ. പോയിട്ട് വാ മോനെ. സൃഷ്ടി, നീ ഇതെവിടെയാ? ഈ കോളൊന്ന് അറ്റൻഡ് ചെയ്യേ. ആ സൃഷ്ടി, എടോ, ആർ യു ഓക്കെ? ദീക്ഷിത്, പ്ലീസ്, താൻ തൻ്റെ വർക്ക് പോയി ചെയ്യാൻ നോക്ക്. എടോ ദീക്ഷിത്, താൻ എന്നെ സ്നേഹിച്ചത് സത്യമാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വിവാഹത്തിൽ നിന്ന് താൻ പിന്മാറണം. ഇത് എൻ്റെ അപേക്ഷയാണ്. പിന്നെ ഞാൻ പറയുന്നതൊക്കെ താൻ വിശ്വസിക്കുമെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ല. എടോ, തന്നോട് ഞാൻ 1000 തവണ പറഞ്ഞു എനിക്ക് തന്നെ വിശ്വാസമാണെന്ന്. എന്നിട്ട് ഇപ്പോഴും തനിക്ക് എന്താ ഇത്ര ഡൗട്ട്? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ ലോകത്ത് ആരെയും വിശ്വാസമില്ല. പക്ഷേ എനിക്ക് തന്നെ വിശ്വാസമാണ്. അതുപോലെ തനിക്ക് തന്ന ഓരോ വാക്കും എങ്ങനെ പാലിക്കണമെന്ന് എനിക്കറിയാം. നിനക്കിതെന്ത് പറ്റി കണ്ണാ? അല്ലെങ്കിൽ നാട്ടിലേക്ക് വരാൻ പറഞ്ഞാൽ വരാത്തവനാ ഇപ്പം ലീവ് എടുത്ത് ഞങ്ങളുടെ കൂടെ വരാൻ നിൽക്കുന്നത്. എനിക്ക് നിന്നെ മനസ്സിലാവുന്നതേ ഇല്ല ചെക്ക. ആ, അതിൻ്റെ കാരണം അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ചേട്ടൻ്റെയും ചേച്ചിയുടെയും ജാതകം നോക്കുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാ നമ്മുടെ കൂടെ നാട്ടിലേക്ക് വരാൻ നിൽക്കുന്നത്. അല്ലാതെ നമ്മളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടൊന്നുമല്ല. നേരാണോ കണ്ണാ? ഇവൾക്ക് വട്ട അമ്മേ. വാ, നമുക്കിറങ്ങാം. സൃഷ്ടി, ആ, എന്താ? ദേ, ഇത് ദീക്ഷിത്ത് വർക്ക് ചെയ്ത ഫയലാ. ഇതിൽ സാറിൻ്റെ സൈൻ ഒന്ന് വാങ്ങിയേക്കണേ. അവൻ തന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞതാ. ആ, അതിന് ദീക്ഷിത് ലീവാണോ? അവൻ കുറച്ച് ദിവസത്തേക്ക് ലീവാണെന്നാണ് പറഞ്ഞത്. കുറച്ച് ദിവസത്തേക്കോ? എന്തു പറ്റി? അല്ല, അയാളങ്ങനെ ലീവ് എടുക്കുന്നതല്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഓ, അങ്ങനെ. എന്തായാലും അവൻ ലീവ് എടുത്തത് എന്തിനാണെന്ന് എനിക്കറിയില്ല. നാട്ടിലേക്ക് പോകുന്നുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. ഓ, എന്താ ഈ ദീക്ഷിത്തിൻ്റെ ഉദ്ദേശം? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ.
ഏട്ടാ, ആ എന്താ ബാമേ? അല്ല, ആരാ വിളിച്ചത്? ദീക്ഷിതിൻ്റെ അമ്മയായിട്ടാ വിളിച്ചത്. ഓ, ആ, കുട്ടികളുടെ ജാതകക്കാരും പറയാൻ വിളിച്ചതാണോ? ഏയ് അല്ല ഏട്ടാ, ദീക്ഷിതിൻ്റെ അമ്മാവിനെ കാണാനില്ലെന്ന്. ഏ, കാണാനില്ലെന്നോ? ആ അങ്ങനല്ല ഏട്ടാ, ദീക്ഷിതിൻ്റെ അമ്മ പറഞ്ഞിട്ടില്ലേ ആളിന് ഇതുപോലെ മുങ്ങുന്നൊരു ശീലമുണ്ടെന്ന്. ഇന്നലെ മുതലേ അവരുടെ വീട്ടിലേക്ക് ചെന്നിട്ടില്ലെന്നാ മാലതി പറഞ്ഞത്. അന്വേഷിച്ച് ചെന്നപ്പോൾ വീട് പൂട്ടിക്കിടക്കുവാണെന്ന്. പിന്നെ ഇത് പതിവുള്ളതായതുകൊണ്ട് കുഴപ്പമില്ലെന്നാ അവർ പറഞ്ഞത്. എന്താന്നറിയില്ല ബാമേ, ദീക്ഷിത്തിൻ്റെ അമ്മാവിനെ പറ്റി എന്തൊക്കെയോ രഹസ്യങ്ങളുള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട്. ആ, അതെന്താ ഏട്ടാ അങ്ങനെ? പുള്ളിയുടെ സംസാര രീതി കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. പിന്നെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ കാണുമോ? ഒറ്റത്തടിയായിട്ട് നടക്കുന്നവരല്ലേ, ചിലപ്പോൾ അതിൻ്റെയൊക്കെ ആവും. കാത്തിരിക്കാൻ ആളില്ലാത്തവർക്ക് മുന്നും പിന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അതും ശരിയാ. അല്ല, മക്കളുടെ ജാതകം നോക്കിയ കാര്യം മാലതി പറഞ്ഞോ? ഏയ് ഇല്ല ഏട്ടാ, അവിടെ കുടുംബക്ഷേത്രത്തിൽ എന്തൊക്കെയോ പൂജകളൊക്കെ നടക്കുന്ന സമയമാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നോക്കാമെന്നാ മാലതി പറഞ്ഞത്. അപ്പോ ദീക്ഷിത്തിന് ഉടനെ നാട്ടിലേക്ക് വരില്ലേ? അവനിനി 2 ദിവസത്തേക്കൂടല്ലേ ഉള്ളു ലീവ്. അപ്പോൾ പൂജ കഴിയുന്നവരവിടെ നിൽക്കാൻ പറ്റില്ല. മിക്കവാറും 2 ദിവസത്തിനുള്ളിൽ അവനിങ്ങ് വരും. ദീക്ഷിത് അപ്പോൾ വരുമോ? ആ, നീ എന്താ ചോദിച്ചേ? ഞാൻ ഏയ് ഒന്നുമില്ല, ഞാൻ ഇറങ്ങുക. ഏട്ടാ, ദീക്ഷിത് വരുമെന്നല്ലേ അവളിപ്പോൾ ചോദിച്ചത്? അതെ അതെ. ഓ, അപ്പം എൻ്റെ മോൾക്ക് അവനെ കാണാതെ ഇരിക്കപ്പൊറുതി ഇല്ലല്ലേ? സൃഷ്ടി, ഹലോ. ആ, എന്താ? ഇത് ഏത് ലോകത്താ താൻ? പിന്നെ ദാ താൻ ചോദിച്ച ഫയല്. ആ, ഓക്കെ. ഓ ഗോഡ്, എനിക്കെന്തായി പറ്റുന്നത്? ഞാനെന്തിനാ ദീക്ഷിതിനെ പറ്റി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഇത് ശരിയല്ല സൃഷ്ടി. ഒരിക്കലും ഒരിക്കലും നടക്കില്ല ഇതൊന്നും. സൃഷ്ടി, ഓ, താനായിരുന്നോ? താനാരെയാ പ്രതീക്ഷിച്ചത്? ഏയ് ആരെയില്ല. ഓ, ആ ദീക്ഷിത്തിന്ന് വന്നിരുന്നു. ഏ, എപ്പോ? തനിക്കവനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? ഞാനോ? എപ്പോ? കുറച്ച് ദിവസമായിട്ടേ തനിക്ക് നല്ല മാറ്റമുണ്ട്. അല്ല, എന്നും ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ താൻ പിന്നെ സിസ്റ്റത്തിൻ്റെ മുന്നിലായിരിക്കും. ഇവിടെ നടക്കുന്ന ഒരു കാര്യങ്ങളും താൻ അറിയാറ് പോലുമില്ല. താനിപ്പോൾ ദേ ആ ഒഴിഞ്ഞു കിടക്കുന്ന ചെയറിലേക്ക് നോക്കിയിരിക്കാറ്. അതാരുടെ ചെയറാണെന്ന് ഇനി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. തനിക്കവനോട് എന്ത് ഫീലിങ്സ് ആണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, അവന് തന്നെ ജീവനാ. മേ ബി ഇനിയും തൻ്റെ ജീവിതത്തിൽ ഒരു ബാധ്യതയായിട്ട് കടിച്ചു തൂങ്ങാതിരിക്കാനാവും അവനെല്ലാം ഉപേക്ഷിച്ച് പോകുന്നതും. എന്താ? ദീക്ഷിത് ഇന്ന് ഓഫീസിൽ വന്നിരുന്നു റിസൈനിങ് ലെറ്റർ കൊടുക്കാൻ. റിസൈനിങ് ലെറ്ററോ? അതെ, തന്നെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വെച്ചാവും താൻ വരുന്നതിന് മുമ്പേ പോയത്. എന്തായാലും ഇനി ദീക്ഷിത് എന്ന് പറയുന്ന ശല്യം തനിക്കുണ്ടാവില്ല. തനിക്ക് ഹാപ്പി ആയിട്ട് തന്നെ വർക്ക് ചെയ്യാം. എന്തിനാ റിസൈൻ ചെയ്തതെന്ന് തന്നോട് പറഞ്ഞില്ലേ? ഞാൻ ചോദിച്ചു, പക്ഷെ അവനൊന്നും പറഞ്ഞില്ല.
കിച്ച, എന്തു പറ്റി? എന്താ മുഖത്തൊരു ക്ഷീണം? ഏയ് ഒന്നുമില്ല അച്ഛാ. അച്ഛനോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ മോൾക്ക്? എന്തിന്? ഞാനെന്തിനാ അച്ഛനോട് ദേഷ്യപ്പെടുന്നത്? അല്ല, അച്ഛനാണല്ലോ മോൾക്ക് താല്പര്യമില്ലാത്ത വിവാഹത്തിന് വേണ്ടി മോളെ നിർബന്ധിച്ചത്. അച്ഛന് വേണ്ടിയല്ലേ മോൾ എല്ലാത്തിനും സമ്മതിച്ചത്? ആണെന്ന് അച്ഛനറിയാം. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. മോൾ അച്ഛനോട് ക്ഷമിച്ചേക്ക്. എന്താ അച്ഛാ ഇത്? ഇപ്പം എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്തായാലും എൻ്റെ മോളിനി ഇങ്ങനെ ശ്വാസം മുട്ടി നടക്കണ്ട. മോളുടെ ഇഷ്ടത്തിനെതിരായിട്ട് അച്ഛനും അമ്മയും ഇനി ഒന്നും ചെയ്യില്ല. ഇങ്ങനെ നോക്കണ്ടാടാ മോളെ. ഇനി എന്ന് മെൻ്റലി പ്രിപ്പയർഡ് ആവുന്നോ അന്നേ ഞങ്ങൾ ഇനി മാരേജിനെ പറ്റി ചിന്തിക്കൂ. എന്താ അച്ഛാ ഇപ്പം എന്താ ഇങ്ങനെ? നിന്നെ ഞങ്ങൾ മനസ്സിലാക്കാൻ കുറച്ചധികം വൈകിപ്പോയി. ഇപ്പോൾ ദീക്ഷിത്ത് വേണ്ടി വന്നു നിന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ. ഇന്ന് അവനിവിടെ വന്നിരുന്നു. അവൻ വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്ന് പറയാനാ വന്നത്. നിന്നെക്കുറിച്ച് അവൻ ഓരോന്ന് പറയുമ്പോഴും എൻ്റെ മോളെ ഓർത്ത് അച്ഛൻ എത്രമാത്രം അഭിമാനം തോന്നിയെന്നറിയോ? എൻ്റെ മോളുടെ അഭിപ്രായത്തെ അവൻ റെസ്പെക്റ്റ് ചെയ്തതുപോലെ ഞങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് അവൻ പറഞ്ഞപ്പോൾ അച്ഛൻ അവൻ്റെ മുന്നിൽ തീരെ ചെറുതായി പോയ പോലെ. അവൻ മനസ്സിലാക്കിയ അത്രയും പോലും ഞങ്ങൾ ഞങ്ങളുടെ മോളെ മനസ്സിലാക്കിയില്ല അല്ലേ? ഏയ്, ഇനി എൻ്റെ മോള് സങ്കടപ്പെടണ്ട. അച്ഛനും അമ്മയും ഇനി ഒരിക്കലും മോളെ ഈ കാര്യത്തിന് നിർബന്ധിക്കില്ല. സർ, ആ സൃഷ്ടി, വാടോ. എന്താ സൃഷ്ടി, തനിക്കെന്തു പറ്റി? അത് പിന്നെ സർ, എനിക്ക് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കണം. സാറിന് ടൈം ഉണ്ടാവുമോ? അതിനെന്താ, താൻ പറഞ്ഞോ. അത് സർ, ദീക്ഷിത് എന്തിനാ റിസൈൻ ചെയ്തതെന്ന് സാറിനോട് പറഞ്ഞോ? ഏയ്, റീസണൊന്നും അയാൾ പറഞ്ഞില്ല. ഞാൻ കുറേ ചോദിച്ചതാ, ബട്ട് അവനൊന്നും തുറന്നു പറയാൻ തയ്യാറല്ലായിരുന്നു. തൽക്കാലം ഒരു ചേഞ്ച് വേണമെന്ന് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. ഓ, പക്ഷേ അവൻ്റെ റിസൈനിങ് ലെറ്റർ ഞാനിതുവരെ സൈൻ ചെയ്തിട്ടില്ല. അവൻ എപ്പോൾ വേണമെങ്കിലും റീജോയിൻ ചെയ്യാം. സൃഷ്ടിക്ക് അറിയാവുന്നതല്ലേ ഞാനും അവനും തമ്മിലുള്ള അടുപ്പം. ഇവിടുത്തെ ഒരു എംപ്ലോയി എന്നതിലുപരി അവൻ എനിക്കൊരു അനിയനാണ്. സർ, ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാനൊന്ന് ട്രൈ ചെയ്തോട്ടെ? എന്തിന്? ദീക്ഷിത്തിനെ തിരിച്ചിവിടേക്ക് കൊണ്ടുവരാൻ. ആർ യു ഷുവർ? യെസ്. ദെൻ ഓക്കെ. അവനിവിടേക്ക് തിരിച്ചു വന്നാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. താങ്ക് യു സർ. ഐ പ്രോമിസ്, ഞാൻ ഉറപ്പായിട്ടും ദീക്ഷിത്തിനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നിരിക്കും. ഇവിടേക്കൊരു തിരിച്ചുവരവ് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല. പക്ഷെ ദീക്ഷിത്, നിന്നോടുള്ള എൻ്റെ വിശ്വാസമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. ഞാനിവിടുന്ന് പോകുവാണെങ്കിൽ കൂടെ നീയും ഉണ്ടാകും. ആ, അമ്പട കള്ള,
ഇവിടെ ഇരുന്ന് ചേച്ചിയെ വായി നോക്കുവല്ലേ? ആര് വായി നോക്കിയെന്ന്? ഒന്ന് പോയേ മാളൂ. ഓഹോ, അപ്പോ ഞാനിവിടെ കണ്ടതെന്തുവാ? ദേ മാളു, നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുവേ. ഓ പിന്നെ, ഞാനങ്ങ് പേടിച്ച്. ഇവളെ ഇന്ന് ഞാൻ... ദീക്ഷിത്, ആ ആരത്? ചേച്ചിയോ? എന്നാലും ചേച്ചി വരുന്ന കാര്യം ചേട്ടൻ പറഞ്ഞതേ ഇല്ലല്ലോ. അതിന് ഞാൻ വരുന്ന കാര്യം നിന്റെ ചേട്ടനോടും പറഞ്ഞിട്ടില്ല. ഓ, അപ്പം സർപ്രൈസ് ആയിട്ട് വന്നതാണല്ലേ? അതെ. അല്ല, അമ്മ എന്തേ? ആ, അമ്മ ക്ഷേത്രത്തിൽ വരെ പോയേക്കുവാ. ചേച്ചി ഇരിക്ക്, ഞാൻ ചായ എടുക്കാം. എനിക്ക് സൃഷ്ടി, താനെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? താനും ഒരു മുന്നറിയിപ്പും ഇല്ലാതല്ലേ മുങ്ങിയത്? ഇതാ നല്ലതെന്ന് തോന്നി. ആർക്ക്? എല്ലാവർക്കും. എന്നിട്ട് തനിക്ക് സന്തോഷമായോ? മോളെ? അല്ല, മോളെപ്പോ വന്ന്? ഞാൻ എന്താ വന്നതേ ഉള്ളൂ അമ്മേ. എന്നിട്ട് മോളിന്ന് വരുന്ന കാര്യം കണ്ണൻ പറഞ്ഞില്ലല്ലോ. ആ, അതിന് ചേച്ചി വരുന്ന കാര്യം കണ്ണേട്ടന് പോലും അറിയില്ലായിരുന്നു. ചേച്ചിയെ എല്ലാവർക്കും സർപ്രൈസ് തരാനാ വന്നത്. ആ, അതായിരുന്നോ? അല്ല, അവിടെ അച്ഛനും അമ്മയ്ക്ക് സുഖമല്ലേ മോളെ? അവർക്ക് സുഖമാ. എന്നാ മോള് ചായ കുടിക്കേ? എന്തിനായിരുന്നു ഈ ഒളിച്ചോട്ടം? ചില ഒളിച്ചോട്ടങ്ങൾ നല്ലതിനാ സൃഷ്ടി. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അമ്മയ്ക്കും മാളുവിനും അറിയോ? ഏയ് ഇല്ല, പറയാനൊരു സിറ്റുവേഷൻ കിട്ടിയില്ല. റിസൈൻ ചെയ്ത കാര്യം ഉടനെ പറയണം. അപ്പോൾ മാരേജ് വേണ്ടെന്ന് വെച്ചതോ? അതും പറയണം. എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല. എന്താ? ഇനി അതിൻ്റെ ആവശ്യമില്ലെന്ന്. ഞാൻ കൊച്ചിക്ക് തിരിച്ചു പോകുമ്പോൾ താനും എൻ്റെ കൂടെ വരണം. താൻ അവിടെ വെച്ചിട്ട് പോയ റിസൈൻ ലെറ്റർ ഉണ്ടല്ലോ, അത് സാർ ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടുമില്ല, സൈൻ ചെയ്തിട്ടുമില്ല. സോ മര്യാദയ്ക്ക് എൻ്റെ കൂടെ തിരിച്ചു വന്ന് ജോലിയിൽ ജോയിൻ ചെയ്തോണം. പിന്നെ എനിക്ക് എത്ര ടൈം വേണമെങ്കിലും എടുത്തോളാനല്ലേ പറഞ്ഞത്. സോ എനിക്ക് കുറച്ച് സമയം വേണം. എന്തിന്? അതോ? അത് ഒരാളെ അക്സെപ്റ്റ് ചെയ്യാൻ. താൻ പറഞ്ഞതുപോലെ എൻ്റെ ലൈഫിനൊരു ചാൻസ് കൊടുത്താലോ എന്ന് ഞാൻ ആലോചിക്കുക. താൻ അതിനെനിക്ക് സമയം തരില്ലേ? അതുവരെ നമുക്ക് ഫ്രണ്ട്സായിട്ടിരുന്നാലോ? അപ്പം എങ്ങനാ, ഫ്രണ്ടായിട്ടിരിക്കുമല്ലേ? ഫ്രണ്ട്സ് ദീക്ഷിത്, അത് പിന്നെ അയാൾക്ക് എന്താ പറ്റിയേ? ആർക്ക്? ഞാൻ ആരെപ്പറ്റിയാണ് ചോദിക്കുന്നതെന്ന് തനിക്കറിയാമല്ലോ. അയാൾക്കെന്ത് പറ്റാനാ? വല്ല കാശിക്കോ മറ്റോ പോയതായിരിക്കും. കുറേ പാപങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയതല്ലേ. എന്നോട് വേണ്ട ദീക്ഷിത്, ഇത് എനിക്കറിയാം. താൻ എന്തോ ചെയ്തിട്ടുണ്ട്. ഞാനെന്ത് ചെയ്യാനാ സൃഷ്ടി? നിനക്ക് പേടി തോന്നുന്നില്ലേ ദീക്ഷിത്? പേടിയോ? എന്തിന്? ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞാ? ആരറിയാൻ? ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. ഈ സത്യം നമ്മുടെ ഉള്ളിലിരുന്നാൽ മതി. നീ എന്ത് ചെയ്തെന്നോ എങ്ങനെയാ ചെയ്തതെന്നോ എനിക്കറിയില്ല. ഞാനത് ചോദിക്കുകയില്ല. പക്ഷേ എന്തിനു വേണ്ടിയാണ് നീ ഇതൊക്കെ ചെയ്തത്?
ഈ കണ്ണുകളിൽ ഇനി ഒരിക്കലും ആ ഭയം ഞാൻ കാണാൻ പാടില്ല. അതിനുവേണ്ടി എന്ത് ഞാൻ ചെയ്യും, എന്തും. നാട്ടിലേക്ക് ഞാൻ വന്നതിന് ശേഷം ഞാൻ ആദ്യം അന്വേഷിച്ച് പോയത് അയാളുടെ പാസ്റ്റിനെ പറ്റിയാണ്. ഞാൻ അറിഞ്ഞതും കേട്ടതും ഒന്നും അത്ര നല്ലതായിരുന്നില്ല. എത്ര ജീവിതങ്ങൾ അയാൾ നശിപ്പിച്ചതെന്നറിയോ? അങ്ങനെയുള്ള അയാൾ ജീവിച്ചിരിക്കുന്നത് അത് ശരിയല്ല. ഇതെൻ്റെ മാത്രം ശരിയാ സൃഷ്ടി. നീയെന്നല്ല, ഈ ലോകത്താരും ഇനി അയാളെ കാണില്ല. വെൽക്കം ബാക്ക് മിസ്റ്റർ ദീക്ഷിത് വർമ്മ. താങ്ക് യു സർ. ആ സൃഷ്ടി, ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് തനിക്കാട്ടോ. ഡാ അളിയ. ഓ, നമ്മളെ വിളിച്ചാൽ നിനക്ക് തിരിച്ചു വരാനൊന്നും വയ്യല്ലേ? നിന്റെ ആള് വന്ന് വിളിച്ചപ്പം നീ കുടുംബത്തോടിങ്ങ് പോന്നല്ലോ. അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഇപ്പം വന്നേ, നമുക്ക് കുറച്ച് കാര്യങ്ങളെ സീക്രട്ടായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഹലോ ഗൈസ്, ഐ ആം ബാക്ക്. ആഹാ, ആരിത്? റോസി മാമോ? അല്ല, എവിടെ ആയിരുന്നു ഇത്രയും നാള്? കുറേ ആയില്ല ഈ വഴിക്ക് കണ്ടിട്ട്. ഓ, എന്ത് ചെയ്യാനാടോ, കുറച്ച് തിരക്കായിപ്പോയി. ആ, ആരിത്? ദീക്ഷിത്തോ? അല്ല, തനിക്ക് സുഖമല്ലേ? യെസ് മാം, എനിക്ക് സുഖമാണ്. ഓ കമോൺ മാൻ, തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ എന്നെ ഇങ്ങനെ മാം എന്നൊന്നും വിളിക്കരുതെന്ന്. തനിക്ക് എന്നെ റോസി എന്ന് വിളിച്ചൂടെ? അത് പിന്നെ ശീലമായി പോയില്ലേ മാം. ഇനിയിപ്പോൾ അതൊന്നും മാറ്റാൻ പറ്റില്ല. അതൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം. എന്നാലേ ഞാൻ പോയി ഏട്ടനെ കണ്ടിട്ട് വരാം. എന്നിട്ട് നമുക്ക് വിശദമായിട്ടൊന്ന് കാണണം. ആ, ഓക്കെ മാം. അളിയ, ഇത് നിന്റെ പെടലിക്കാവും തോന്നുന്നു. ഇനി എന്ത് കാണാൻ നിൽക്കും എല്ലാവരും? പോയി അവരവരുടെ വർക്ക് ചെയ്യാൻ നോക്ക്. ഒരു റോസി വന്നേക്കുന്നു. കുറേ നാളായിട്ട് ഇങ്ങോട്ട് കാണാതിരുന്നപ്പം ഞാൻ വിചാരിച്ച് ഇളക്കം ഇനി ഇങ്ങോട്ട് വരത്തില്ലെന്ന്. അതങ്ങനെ അവരുടെ സൂക്കേട് മാറില്ലല്ലോ. അതോ അവനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഇളക്കമല്ലേ? ഏയ് ദീക്ഷിത്, താൻ വീട്ടിലേക്കാണോ? ആ അതെ മാം. തനിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്കൊരു ലിഫ്റ്റ് തരുമോ? സോറി മാം, ദീക്ഷിത് എനിക്ക് ലിഫ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തനിക്കോ? അല്ല, തൻ്റെ വണ്ടിക്ക് എന്ത് പറ്റി? എൻ്റെ വണ്ടിക്കൊന്നും പറ്റിയില്ല. ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നതിന് മാഡത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബോയ് ഫ്രണ്ടോ? യാ, ബോയ് ഫ്രണ്ട് തന്നെ. അപ്പോൾ മാം ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല, ഞാനൊന്നും അറിഞ്ഞില്ല. ഓ, എന്നാൽ ഇനി ഇതറിയാൻ മാം മാത്രമേ ബാക്കിയുള്ളൂ. എന്താന്ന് വെച്ചാലേ എൻ്റെയും ദീക്ഷിത്തിൻ്റെയും മാരേജ് ഫിക്സായി. ഓ, അതെയോ? ആ അതെ, ഉടനെ മാരേജ് കാണും. ഞാൻ മാമിനെ വിളിക്കുന്നുണ്ട്. മാം ഉറപ്പായിട്ടും വരണം. ആ, പിന്നെന്താ, വരാം. അങ്ങനെ ആ ക്രഷും പോയി. ആ ദേ, മാമിനെ കൊണ്ടുപോകാൻ കാറ് വന്നേക്കുന്നു. ഓ, വന്നോ? എന്നാ ശരി, ഞാൻ പോട്ടെ. ബൈ മാം. എന്താ? പോകാം. എങ്ങോട്ട്? അല്ല, താനല്ലേ എൻ്റെ കൂടെ വരുന്നെന്ന് പറഞ്ഞത്.
അത് ഞാൻ അവരെ പറഞ്ഞു വിടാൻ വേണ്ടി പറഞ്ഞതാ. എൻ്റെ കയ്യിൽ വണ്ടിയുണ്ട്. എനിക്കെൻ്റെ വീട്ടിൽ പോകാൻ ആരുടെ സഹായം വേണ്ട. ചക്കരക്കൊടുത്ത് ഈച്ച പൊതിയുന്നത് പോലല്ലേ അവൻ്റെ ചുറ്റും പെണ്ണുങ്ങൾ നിൽക്കുന്നത്. ഇവനെന്താ വല്ല കാമദേവനുമാണോ? എന്താടി പെണ്ണെ, നീ എന്തോ കുറേ നേരമായിട്ടിരുന്ന് പിറുപിറുക്കുന്നത്? ഒന്നുമില്ല. ഞാനല്ലേലും അമ്മയോട് എന്തു പറഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലാവില്ലല്ലോ. അച്ഛാ, ഇനി ഇത് പറ്റില്ല കേട്ടോ. ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. എന്താടാ കിച്ച, എന്തു പറ്റി? എന്തു പറ്റാൻ? നിങ്ങളുടെ മോൾക്ക് അസൂയ, അല്ലാതെന്ത്? ഓ, അപ്പോഴേക്കും എല്ലാം വിളിച്ചറിയിച്ചോ? അത് പിന്നെ അവൻ എൻ്റെ മോനല്ലേ, അപ്പോൾ എന്നോട് പറയാതിരിക്കുമോ? പിന്നെ അവൻ്റെ പിറകിൽ പെൺപിള്ളേർ നടക്കുന്നുണ്ടെങ്കിലേ അത് നിന്റെ കഴിവുകേട്. ഇത് കേട്ടില്ല അച്ഛാ. ഭാമേ, നീ ഒന്ന് മിണ്ടാതിരിക്ക്. ഓ, ഞാനൊന്നും പറയുന്നില്ലേ. അച്ഛനിപ്പോ എന്താ ചെയ്യണ്ടേ? കിച്ചൻ പറ. അച്ഛൻ എന്ത് ചെയ്താലും വേണ്ടില്ല, പക്ഷേ ഇനി അവൻ്റെ പിറകെ ഒരു പെൺകുട്ടികളും നടക്കാൻ പാടില്ല. ആ, അങ്ങനെ വേണമെങ്കിലേ നീ അവനെ കെട്ടാൻ നോക്ക്. ഇങ്ങനെ പോയാലേ ഞാൻ അത് തന്നെ ചെയ്യും. എന്തോ? എങ്ങനെ? അത് ഞാൻ എൻ്റെ കിച്ച, നീ ഒന്ന് മൂളണ്ട താമസം. അടുത്ത നിമിഷം ഞങ്ങൾ വിവാഹത്തിന് തീയതി എടുക്കും. തീയതിയോ? അതൊന്നും വേണ്ട. ആ, എന്നാ ഇങ്ങനെ പലതും സഹിക്കേണ്ടി വരും. അച്ഛാ, തൽക്കാലം ഈ കാര്യത്തിൽ അച്ഛൻ അമ്മയുടെ സൈഡാ. മാലതി, ഞങ്ങളുടെ കുഞ്ഞിനെ നോക്കിക്കോണേ. ഞങ്ങൾക്ക് ആകെ ഉള്ളത് ആ ഒരെണ്ണമാ. അതെന്നോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അവളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. മാളു, നീ പോയി കണ്ണനെ സൃഷ്ടിയും വിളിച്ചുകൊണ്ട് വാ. സമയമായി ഗൃഹപ്രവേശനത്തിന്. ശരി അമ്മേ. അല്ല മാലതി, ദീക്ഷിത്തിൻ്റെ അമ്മാവിൻ്റെ കാര്യം എന്തായി? ആളെക്കുറിച്ച് വല്ല അറിവുണ്ടോ? പോയിട്ടിപ്പം 7-8 മാസമായില്ലേ? എവിടുന്ന് ഒരറിവുമില്ല. നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഏട്ടൻ്റെ ഇഷ്ടത്തിന് പോയതല്ലേ. എവിടാന്ന് വെച്ച് പോയി അന്വേഷിക്കാനാ? കണ്ണൻ്റെ വിവാഹം കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഏട്ടനാ. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? എന്നാലും വല്ലാത്തൊരു ഭക്തി തന്നെ. അന്ന് മാലതി പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വിചാരിച്ചില്ല. എൻ്റെ സങ്കടം ഇതൊന്നും അല്ല ഭാമേ. കണ്ണൻ്റെ കല്യാണം ഉറച്ച സമയത്ത് തന്നെ ഏട്ടൻ ഇങ്ങനെ ചെയ്തത് കുറച്ച് കൂടിപ്പോയി. പിന്നെ 7-8 മാസമായില്ലേ. സാധാരണ ഇങ്ങനെ ചെയ്യാറുള്ളതല്ല. എവിടെങ്കിലും പോയാൽ 5-6 മാസത്തിനുള്ളിൽ തിരിച്ചു വരുന്നതാ. അല്ല, പോലീസ് പരാതി കൊടുത്തിട്ട് എന്തായി? ഓ, അതെന്താവാൻ, ഏട്ടൻ ഇങ്ങനാണെന്ന് നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന്
വലിയ അന്വേഷണമൊന്നും ഉണ്ടായില്ല. പിന്നെ കണ്ണൻ്റെ നിർബന്ധം കാരണം ഒരു പരാതി കൊടുത്തതേ ഉള്ളൂ. ഓ, അപ്പോൾ വലുതായിട്ട് അന്വേഷണമൊന്നും നടന്നില്ലല്ലേ? എവിടുന്ന്? നാട്ടിലായിരുന്നപ്പം ഇടയ്ക്ക് ഞാൻ സ്റ്റേഷനിൽ പോയി അന്വേഷിക്കുമായിരുന്നു. ഇപ്പം പിന്നെ ഇവിടെ ആയതുകൊണ്ട് നാട്ടിലെ കാര്യങ്ങളൊന്നും അറിയാനും പറ്റുന്നില്ല. മാളൂന്ന് ഇവിടെ തന്നെയല്ലേ ജോലി. അതുകൊണ്ട് ഇനിയിപ്പം നാട്ടിലേക്കുള്ള പോക്കൊന്നും നടക്കില്ല. അമ്മേ, വാ ഇറങ്ങാം. ശരി ബാമേ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ആ ചെവിന്ന് വിടടി. സൗകര്യമില്ല, നിന്റെ ചെവിയെ ഇന്ന് ഞാൻ പൊന്നാക്കും. ആ അമ്മേ, എന്ത് വേദനയാ. ആണോ? കണ്ടോൾമാരുടെ ഇടയിലിരുന്ന് കൊഞ്ചിക്കൊഴിഞ്ഞപ്പോഴേ ഇത് മോൻ ആലോചിക്കണമായിരുന്നു. അന്നേ ഞാൻ നിനക്കിത് കരുതി വെച്ചതാ. ഹോ, എന്ത് മനസ്സാടി നിനക്ക്. എൻ്റെ മനസ്സിങ്ങനാ. ഇനി എപ്പോഴും ഇത് മോൻ ഓർമ്മ വേണം. ഓ, ഇത് മാത്രം ഓർത്താ മതിയോ? വേറൊന്നും വേണ്ടേ? എന്ത്? അല്ല, ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? ആ, അതിന് അതിനോർക്കാനും പാകത്തിന് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ഓ, വേണമെന്നില്ല. പക്ഷേ എനിക്ക് വേണം. അതവിടെ നിൽക്കട്ടെ. ആദ്യം പൊന്നുമോൾക്ക് ഈ അസുഖം എന്ന് തുടങ്ങി? ഏതസുഖം? ദേ, ഈ ജലസ് അടിക്കുന്ന അസുഖം. ആർക്ക് ജലസ്? എന്ത് ജലസ്? ഓ, അപ്പോൾ ഇനി ഞാൻ അവരുടെ ഇടയിൽ പോയിരുന്നാലും നിനക്കൊരു പ്രശ്നവും ഇല്ലല്ലോ അല്ലേ? ദേ, നിന്നെ കൊല്ലും ഞാൻ. അങ്ങനെ വഴിക്ക് വാടി മോളെ. നിനക്ക് പ്രശ്നമില്ലെന്ന് നിന്റെ ഈ നാക്ക് പറഞ്ഞാലും നിന്റെ കണ്ണത് സമ്മതിച്ചു തരത്തില്ല. തമാശയ്ക്ക് പോലും നീ അങ്ങനൊന്നും ചെയ്യുന്ന എനിക്കിഷ്ടമല്ല ദീക്ഷിത്. അന്ന് നീ എല്ലാം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോയപ്പോൾ അന്ന് ഞാൻ അനുഭവിച്ച വേദന ഉണ്ടല്ലോ, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ ഇല്ലാത്ത ആ ഓഫീസിൽ അത്ര ദിവസം ഞാൻ എങ്ങനെ തള്ളി നീക്കിയെന്ന് പോലും എനിക്കറിയില്ല. നിന്നെ ഒരാൾ നോക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. നീ എൻ്റേതാ, എൻ്റേത് മാത്രം. ഐ നോ. ഒരിക്കൽ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, ഈ ലോകത്ത് സൃഷ്ടിക്ക് വിശ്വാസമുള്ള ഒരേ ഒരാണ് എൻ്റെ അച്ഛനാണെന്ന്. അത് തിരുത്തി തന്നത് നീയാ. നിന്നോളം മറ്റാരെയും ഇന്ന് ഈ ലോകത്തെ സൃഷ്ടി വിശ്വസിക്കുന്നില്ല.